സജി, ആർ യു റെഡി? യെസ്. സഭാകമ്പം എന്ന് പറയുന്നത് ചേച്ചീനെ തൊട്ട് തീണ്ടിട്ട് പോലും. സഭാകമ്പല്ല, ജനിച്ചപ്പോഴേ അല്ല. ചേച്ചിക്ക് അങ്ങനെ ഒരു തോന്നല് ചേച്ചിയെ പറ്റി ഉണ്ടോ? വല്ലാത്ത ജാതി ചോദ്യം. ബാലിക്ക് പോകാൻ ഒരു അവസരം കിട്ടിയാൽ ചേച്ചി ആരുടെ കൂടെ പോകും? അങ്ങനത്തെ ചോദ്യം നമുക്കിട്ടുള്ള പണിയായിരുന്നു. സാധാരണ എന്നോട് സംസാരിക്കണ പോലെ എനിക്ക് അങ്ങനെ വരൂല. മുകേഷ് മോഡ് ഓണാക്കിയാൽ മതി. അത്ര എളുപ്പമല്ല. ശരിക്കുള്ള ഞാൻ ഇതാണ്. ഞങ്ങൾ വേറെയാണ് പ്രതീക്ഷിച്ചത്. വേറെന്തെങ്കിലും പറയാൻ എനിക്ക് പറ്റും? കൽഷ്യമേഴ്സ് ഒക്കെ വന്ന ഭജനൊക്കെ പഠിപ്പിക്കും. ഞാൻ മരിച്ചു പോഡ്കാസ്റ്റിലെ കാര്യം ഭജനാടും. സുഹൃത്തുക്കളെ, this is the right point of time to know Sai Saraswati more. ചില ആളുകളെ പരിചയപ്പെടുന്ന സമയത്ത് നമുക്ക് തോന്നിപ്പോകും ഒരുപാട് വർഷങ്ങളും അടുപ്പമുള്ള ഒരു സുഹൃത്തിനെ കണ്ടെത്തിയിരുന്നു. അതുപോലത്തെ ഒരു വ്യക്തിത്വമാണ് ഇന്ന് നമ്മുടെ മുൻപിലുള്ളത്. വെരി എനർജറ്റിക്, വെരി പോസിറ്റീവ് മൈൻഡ് ആറ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ സോഷ്യൽ ബട്ടർഫ്ലൈ, അവർ വൺ ആൻഡ് ഓൺലി സായി സരസ്വതി. വെൽക്കം ടു ജോയ് ടോക്സ്. താങ്ക് യു. ഞാനാണല്ലേ? ആയിക്കോട്ടെ. ഹൗ ആർ യു ചേച്ചി? ഐ ആം വെരി ഗുഡ്. ഹൗ ആർ യു ഗൈസ്? ആക്ച്വലി ഞങ്ങൾ എക്സൈറ്റഡ് ആണ് ചേച്ചിനെ ഇന്റർവ്യൂ ചെയ്യാനും അതുപോലെ തന്നെ ചേച്ചിനെ കുറിച്ച് കൂടുതൽ അറിയാനും. ചോദിച്ചോളൂ. അത് ഞങ്ങൾ ആലോചിക്കുന്നത് ഒരു 8 വർഷത്തിന് മുന്നേ ഞാൻ ചേച്ചിനെ പരിചയപ്പെടുമ്പോ, അല്ല നിങ്ങൾ ഏറെക്കുറെ 8 വർഷത്തോളമായി, അന്നേരം ഞങ്ങൾക്കറിയാവുന്ന ഒരു സായി ചേച്ചിയുടെ ആ ഒരു രീതിയോ ആ ഒരു ക്യാരക്ടറും ഇന്നിപ്പോ 8 വർഷത്തിന് ശേഷം ഒരു പോഡ്കാസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങളിവിടെ ഇരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അപ്പൊ ആ ഒരു 8 വർഷം ഞാൻ പരിചയപ്പെട്ട സായി ഇന്ന് ഈ സമയം വരെയുള്ള ഒരു സമയത്തുണ്ടായ മാറ്റങ്ങളും അല്ലെങ്കിൽ ചേച്ചിക്ക് ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായെന്ന് ചേച്ചിനെ അറിയാവുന്നവർക്ക് തോന്നുന്നുണ്ട്. ചേച്ചിക്ക് അങ്ങനെ ഒരു തോന്നല് ചേച്ചിയെ പറ്റി ഉണ്ടോ? വല്ലാത്ത ജാതി ചോദ്യം. അതായത് 8 വർഷം മുന്നേ പരിചയപ്പെട്ട് അപ്പം അവിടുന്ന് എനിക്ക് മാറ്റമുള്ളതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ട് എന്നാണല്ലേ പറയുന്നത്? അതെ. അങ്ങനെ എനിക്ക് ശരിക്കുള്ള ഞാൻ ഇതാണ്. അതാണ് സത്യം. ഒരു 8 വർഷം അല്ലെങ്കിൽ ഇതിനു മുന്നേ ഒരു യഥാർത്ഥത്തിലുള്ളത് പുറത്ത് കാണിക്കാൻ പറ്റാണ്ട് അങ്ങനെയൊന്നുമല്ല. കുറച്ചു കാലം മുന്നേ വേറൊരു മോഡായിരുന്നു. ഇപ്പൊ വേറൊരു മോഡാണ്. ഏതാ എൻജോയ് ചെയ്യുന്നത്? ഇതൊക്കെ ഒബ്വിയസ് ആയിട്ടുള്ള ഉത്തരാണ്. ഇതന്നെ എൻജോയ് ചെയ്യുന്നത്. നമുക്ക് എപ്പോഴും നമ്മൾ 100% നമ്മളായിട്ട് ഇരിക്കാൻ പറ്റുന്ന ജീവിതമാണ് ഏതൊരു മനുഷ്യനും എൻജോയ് ചെയ്യാനും സന്തോഷിക്കാനും പറ്റുക. അതുപോലെ ഞാനിപ്പം കഴിഞ്ഞ 2-3 വർഷമായിട്ട് ഭയങ്കര ഹാപ്പിയാണ്, ഭയങ്കര ഗ്രേറ്റ്ഫുൾ ആണ്. എല്ലാം പ്രശ്നങ്ങൾ ഇല്ലാണ്ട് ജീവിക്കുക എന്നുള്ള ഒരു ഇതല്ലേ എല്ലാ മനുഷ്യന്റെ ആഗ്രഹം. ഏകദേശം ആ ഒരു കോലത്തിൽ ജീവിക്കാൻ പറ്റുന്നതാണ് ഏറ്റവും വലിയ ഭാഗ്യം. ഒരു ഫേമസ് കോട്ട് ഉണ്ട്, പ്രതീക്ഷകളാണ് മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. എന്തൊക്കെ പ്രതീക്ഷകളാണ് സായി ചേച്ചിക്ക്? എനിക്ക് പ്രതീക്ഷ മനസമാധാനം, സന്തോഷമായിട്ട് ജീവിക്കണം. നമുക്ക് ഇഷ്ടപ്പെട്ട ആൾക്കാരുടെ കൂടെ ആൾക്കാരെയൊക്കെ കണ്ട്, പിന്നെ മനുഷ്യന്മാരാണ് എന്റെ സന്തോഷം. അങ്ങനെ നിങ്ങളൊക്കെ അങ്ങനത്തെ ആൾക്കാർ തന്നെയാണല്ലോ. ഉറപ്പായിട്ടും. അതുകൊണ്ടാണല്ലോ നമ്മൾ സെയിം വൈബിലും നമുക്ക് അതേ ഫ്രീക്വൻസി മാച്ച് ആയതുകൊണ്ടാണ് ചേച്ചിയുടെ അടുത്ത് ഇത്രയും ചോദ്യങ്ങൾ ചോദിക്കാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് ചേച്ചിയുടെ പിന്നെ സാധാരണ എന്നോട് സംസാരിക്കണ പോലെ പറയും. സംസാരിക്കുന്ന സ്റ്റുഡിയോയിൽ ഇരുന്നല്ലോ. അല്ല, എനിക്ക് അങ്ങനെ വരൂല. അതാ ചേച്ചി ഒരു ഇൻട്രസ്റ്റിംഗ് ടോപ്പിക്. ചേച്ചിനെ ഞങ്ങൾ പരിചയപ്പെടുമ്പോൾ ചേച്ചി ഒരു നൃത്തത്തിനോട് വളരെയധികം അഭിമുഖ്യം പ്രാപിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. കിരീടത്തിൽ ഒരു തുവൽ ഡാൻസ് ടീച്ചർ ആയിരുന്നു അല്ലേ? നമ്മുടെ വന്ന ഉടനെ ഞാൻ ഡാൻസ് ക്ലാസ് ഒക്കെ തുടങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അത് ഭയങ്കര ഒരു ഭഗീരഥ പ്രയത്നമാണെന്ന് മനസ്സിലായി. അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. പിന്നെ ഞാൻ വന്ന സമയത്ത് കുറെ വേറെ വിഷയങ്ങളും, എന്റെ കുട്ടികൾ വളരെ ചെറുതാണെന്ന്, 2 വയസ്സിന്റെ കാലഘട്ടം, 2 കുട്ടികളുമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റിയില്ല മുന്നോട്ട് കൊണ്ടുപോകാൻ. മാത്രമല്ല ഇവിടെയുള്ള ഏത് ഡാൻസുകാരെയും ഞാൻ ശിരസാൽ നമിക്കുന്നു, ഡാൻസ് പഠിപ്പിക്കുന്ന ടീച്ചർമാരെ. ഇപ്പൊ ടീച്ചറായി പഠിപ്പിക്കുന്നതിന്റെ ഒപ്പം തന്നെ ചേച്ചിയും ഞാൻ സ്റ്റേജിൽ കണ്ടിട്ടുണ്ട്. ഇനി ഞങ്ങൾക്ക് എപ്പോഴും ചേച്ചിനെ സ്റ്റേജിൽ എപ്പോഴും കാണാൻ പറ്റും. ടൈം ഇട്ടാത്തോണ്ട് അടുത്ത സ്റ്റേജിൽ കയറാത്തത്. പക്ഷെ ഞാൻ എല്ലാ വർഷവും സ്റ്റേജിൽ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അറിയാതെങ്കിലും സ്റ്റേജിൽ എത്തിപ്പെടും. ഒരു പക്ഷേ ഈ സഭാകമ്പം എന്ന് പറയുന്നത് ചേച്ചീനെ എനിക്ക് അന്യമാണ്. തൊട്ട് തീണ്ടിട്ട് പോലും. സഭാകമ്പല്ല, ജനിച്ചപ്പോഴേ അല്ല. അതെ എങ്ങനെയാണ്? അതായത് അതിന്റെ അച്ഛന്റെ പ്രശ്നമാണ്. അച്ഛന്റെ അമ്മേന്റെയും എന്റെ അച്ഛനും അമ്മയും സഭാകമ്പം എന്താണെന്ന് അറിയാത്ത 2 മനുഷ്യന്മാരാണ്. എന്റെ അമ്മ ടീച്ചറാണ്, അച്ഛൻ PWD ജോലിക്കാരനാണ് പ്രൊഫഷൻ വെച്ച്. പക്ഷെ അമ്മ ടീച്ചർ ആയതുകൊണ്ട് തന്നെ അതൊരു പോസിറ്റീവ് കാര്യമാണല്ലോ. ഉറപ്പായിട്ടും എപ്പോഴും മനുഷ്യന്മാരുടെ കൂടെ ഉള്ള ഒരു ആള് അമ്മ. അതേപോലെ തന്നെ അച്ഛൻ സത്യസായി ബാബ ഭക്തനാണ്. അങ്ങനെ എന്റെ പേര് തന്നെ സായി സരസ്വതി ആവുന്നത്. 100 കണക്കിന് ആളുകളുടെ ഇടയിലേക്ക് എന്നെ പറ്റിയിട്ടതെന്നാണ് ഞാൻ തന്നെ പറയാം. കാരണം സായിബാബ ഭക്തനായതുകൊണ്ട് ഭജന, സത്സംഗം, അഖണ്ഡ ഭജന, ഇങ്ങനെ ആളുകളുടെ നേരെ. അച്ഛനൊന്നും സഭാകമ്പം എന്താണെന്നറിയില്ല. അപ്പൊ പിന്നെ ഞാൻ എങ്ങനെ
സഭാഗം ഉണ്ടാവും. ഇപ്പം ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട് ചേച്ചി സോഷ്യൽ മീഡിയയിൽ ഒരുപാട് റിലീജിയസ് ആയിട്ടുള്ള ഇപ്പൊ റീസെന്റ് പോലും ഭജൻ ഭക്തൻ ഈ വക കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നു. പക്ഷെ ഞാനും എനിക്കറിയാവുന്നിടത്തോളം നമ്മുടെ ഒരു പേഴ്സണൽ സ്പേസിൽ നമ്മൾ ഒരുപാട് ആഗ്നോസ്റ്റിക് തോട്ട്സ് ഷെയർ ചെയ്തിട്ടുണ്ട്. ഞാൻ ശരിക്കും ദൈവഭക്തയല്ല, വെരി സോറി ടു സേ ദിസ്, ദൈവഭക്തയൊന്നും അല്ല. സരസമായിട്ട് പറയാണ്, അത്ര സീരിയസ് ആയിട്ട് പറയല്ല. കുറച്ചൊരു ട്രോമാറ്റിക് ആയി ഭജന എന്ന് പറഞ്ഞ സാധനം എനിക്ക്. കാരണം എന്നും ഭജനയാണ് എൻ്റെ വീട്ടില്. വെക്കണതും ഭജന, കേൾക്കണതും ഭജന, സായി ഭജന. വീട്ടിൽ എന്നും ഭജന, ആളുകൾ എന്നും വീട്ടിൽ വരിക, ഭജനകൾ പല സ്ഥലത്ത് കൊണ്ടുപോവുക, അവിടുന്ന് പാടുക. അതാണ് ഞാൻ കേട്ടു വളർന്നത്. അപ്പൊ ഭജന കേൾക്കുമ്പോഴേക്ക് ഞാൻ ഉറങ്ങും. ഭജന തുടങ്ങിയാ മതി, ഓന്ന് കേട്ടാ ഉറങ്ങും. അങ്ങനത്തെ ആളാണ് ഞാൻ. പക്ഷെ ഇവിടൊക്കെ വന്നിട്ട് ഭജനകളിലൊക്കെ പോകുമ്പോ നമുക്ക് ഓസ്ട്രേലിയ എന്ന് പറയണത് നമ്മളെ ജന്മനാടല്ലല്ലോ. പിന്നെ നമ്മളെ കൂടുതൽ കണക്ട് ചെയ്യുന്ന ഒരു സാധനമായി മാറി ഭജന. അപ്പൊ എനിക്ക് സന്തോഷം ഇടയ്ക്കാ ഭജനയ്ക്കൊക്കെ പോയിട്ട്. ഇതെന്ന് പറഞ്ഞാൽ ഭജന ഇഷ്ടമാണെങ്കിലും അല്ലെങ്കിലും ഞാൻ പാടും. കാരണം എന്താ വെച്ചാൽ ഞാൻ എൻ്റെ രക്തത്തിലുണ്ട് ഭജന. ഇപ്പൊ ഞാൻ പോസ്റ്റ് ചെയ്തത് നന്ദഗോവിന്ദ ഭജന. അതാണ് എന്നെ അത് അറിയാണ്ട് പാടിപ്പോവും. ഒരു കൗതുകത്തോടെ ഒരു ചോദ്യം ചോദിച്ചോട്ടെ ചേച്ചി, ഞങ്ങൾക്ക് വേണ്ടി ഒരു 2 വരി ഭജന. അങ്ങനത്തെ ചോദ്യം അല്ല, എന്നാലും പ്രേക്ഷകർക്ക് വേണ്ടി വരും. കാരണം ചേച്ചി ചെറുപ്പം മുതലേ ചേച്ചിയുടെ ചോരകളിലും സിരകളിലും ഓടി നടക്കുന്ന ഭജന നമുക്ക് വേണ്ടി ഇഷ്ടം പോലെ ഭജന നമ്മള് ബ്രെയിനിൽ ഫീഡ്. അപ്പം എനിക്കൊക്കെ അൽഷിമേഴ്സ് ഒക്കെ വന്ന ഭജനയൊക്കെ പാടിയിട്ടേക്കും ഞാൻ മരിച്ചു പോവുക. കാരണം അത് അങ്ങനെ ഫീഡിങ് ആണ്. പോഡ്കാസ്റ്റിലൊക്കെ അറി ഭജന ഇടും. ഒരു 2 വരി അതൊന്നും പറ്റില്ല. പാടണോ? പിന്നെ നിങ്ങൾ കൈയടിക്കണം. ഏറ്റവും പാടണം. ഉറപ്പായിട്ടും എടുത്തോളൂ. അങ്ങനെയല്ല, ഭജന പാടുമ്പോ ഒപ്പം പാടുമ്പോ ഭജന പാടാൻ അറിയാത്ത ആൾക്കാരെ കൂടെ ഭജന പാടാറില്ല. ഭജന ഞാൻ പാടും. ഫസ്റ്റ് വിദ്യാഭ്യാസവും ഞങ്ങൾക്ക് കേട്ടല്ലേ ശീലമുള്ളൂ. നമ്മള് ഭജന ഞാൻ ആദ്യത്തെ വരി പാടും. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അത് ഏറ്റു പാടണം. അപ്പൊ നമ്മൾ എന്നോട് പാടാൻ പറഞ്ഞ അതിന്റെ തരത്തിൽ നിങ്ങൾ പറഞ്ഞു. ഒരു ഭജനന്റെ ഫസ്റ്റ് 2 ലൈൻ പാടാം. ഓക്കെ, ശിവന്റെ ഭജന. എനിക്ക് കുറച്ച് ഗുമ്മുള്ള ഭജനകളാ ഇഷ്ടം, ലയമുള്ളതിനേക്കാളും. ഗംഗ ജടാധര ഗൗരി ശങ്കര ഗിരിജാ മനരമണ. ഗംഗ ജടാധര ഗൗരി ശങ്കര ഗിരിജാ മനരമണ. അരമൃത്യുഞ്ജയ മഹാദേവ മഹേശ്വര മംഗള ശുഭചരണ. വിചാരിച്ചോലെ അത്ര എളുപ്പമല്ല. ഇതിങ്ങനെ സൂപ്പറായിരുന്നു. അല്ല, പക്ഷെ വളരെ രസകരമായിരുന്നു കേട്ടോ. അത് വളരെ കൗതുകമുള്ളൊരു സംഭവം. ഇത്രയും കൾച്ചറില് അല്ലെങ്കിൽ ഇങ്ങനെ ഭജൻ ഇങ്ങനെയുള്ള ടച്ചിൽ നിൽക്കുമ്പോ ഇപ്പൊ പേരിട്ടതിനകത്ത് പോലും ഇത്രയും റിലീജിയസ് ആയിട്ടുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളപ്പോ ഒരാൾ എങ്ങനെ ഒരു വീട്ടിലെ ഒരാൾ തന്നെ, എനിക്ക് തോന്നുന്നത് ചേച്ചി മാത്രമേ ഇരിക്കുള്ളൂ ഒരു പക്ഷെ മുമ്പേ പറഞ്ഞ പോലെ മതവിശ്വാസി അല്ല എന്ന് പറഞ്ഞത്. അപ്പൊ ചേച്ചിയുടെ മാത്രം ആ മതവിശ്വാസം ഇല്ലായ്മയില്, ആ ദൈവവിശ്വാസം ഇല്ലായ്മയിലോട്ടുള്ള വഴി എങ്ങനെയായിരുന്നു? എന്റെ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ മതം എന്നൊക്കെ പറയുന്ന ദൈവം എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ ഭയങ്കര ബുദ്ധിയുള്ള മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. കാരണം ആ കോൺസെപ്റ്റ് ഇല്ലെങ്കിൽ നമ്മളെ നാട്ടില് മുക്കാൽ മനുഷ്യരും വഴി തെറ്റാനും തെറ്റിപ്പോകാനൊക്കെ സാധ്യത. അതായത് വളരെ ബുദ്ധിപരമായ ഒരു കണ്ടെത്തലാണ് ദൈവം എന്നുള്ള ഒരു ചിന്ത. എന്ന് വെച്ചിട്ട് ഡോണ്ട് ഡിസ്റെസ്പെക്ട് ടു ദൈവഭക്തർ. ആരെങ്കിലും അതിനൊരു നെഗറ്റീവ് പറയലോ അല്ലെങ്കിൽ നെഗറ്റീവ് പറഞ്ഞാൽ എന്റെ അച്ഛനൊക്കെ ഉറപ്പായിട്ടും ഭയങ്കര സ്പിരിച്വൽ മനുഷ്യനാണ്. അമ്മ വളരെ ഭക്തി ഒക്കെ ഉള്ള ആളാണ്. ദൈവം ആ ഒരു സൂപ്പർ പവർ ഒക്കെ ഉള്ള വിശ്വസിക്കുന്ന ആളാണ്. ഭയങ്കരമായിട്ടുള്ള ഇന്ന ദൈവം അങ്ങനെയൊന്നുമില്ല. പിന്നെ ഹിന്ദുയിസം തന്നെ ഭയങ്കര വലിയൊരു വാസ്റ്റ് ടോപ്പിക്കാണ്. ചേച്ചിയുടെ ചിന്തയുടെ സംഗ്രഹം എന്ന് പറയുന്നത് മതം എന്ന് പറയുന്ന ഒരു സോഷ്യൽ ടൂളാണ്. ദൈവം എന്നുള്ളത് തന്നെ സോഷ്യൽ ടൂളാണ്. ഓക്കെ, പരസ്പരം കണ്ടുമുട്ടാനും സൗഹൃദങ്ങൾ വളർത്താനും ഉള്ള ഒരു ഇടം. പിന്നെ ഒരു അച്ചടക്കം ഉണ്ടല്ലോ. ഈ എല്ലാ മതത്തിനും ഒരു ഡിസിപ്ലിൻ ഉണ്ടല്ലോ. അതിലെ പോസിറ്റിവിറ്റി അതാണ്. ഇതിനകത്ത് വളരെ വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം എന്ന് പറഞ്ഞാല്, ഇപ്പൊ ഒരു പരിധി വരെ ആൾക്കാർ പറയും എനിക്ക് മതപരമായ ചടങ്ങുകളിലോ കാര്യങ്ങളിലോ എനിക്ക് താല്പര്യമില്ല, പക്ഷെ ഞാനൊരു ദൈവവിശ്വാസിയാണ്, ദൈവമായിട്ടൊരു ചെറിയൊരു ബന്ധമുണ്ട്. പക്ഷെ ഇതിനകത്ത് ചേച്ചി നേരെ ഇതിന് എതിരാണ്. അതായത് ദൈവത്തിൽ എനിക്ക് വിശ്വാസമില്ല, പക്ഷെ മതപരമായ കാര്യങ്ങളിൽ ഞാൻ ഒരു പരിധി വരെ പങ്കെടുക്കും. ഭയങ്കര കളർഫുൾ മതല്ലേ ഹിന്ദുയിസം. അതുകൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് നമ്മളെ ചടങ്ങുകള്. കുട്ടികളുണ്ടായ ഉടനെയുള്ള നൂലുകെട്ട് മുതല് പല മതങ്ങളും അവലംബിച്ചിട്ടുള്ളതല്ലേ, താലികെട്ട് മുതൽ ഒക്കെ ഹിന്ദുയിസത്തിൽ വന്നാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് മാത്രമല്ല, പിന്നെ ഈ ചടങ്ങുകളും ഒക്കെ ഒരു പവിത്രത കൽപ്പിച്ചു കൊടുത്ത് ചെയ്യുന്നതായതുകൊണ്ട് അതിലൊന്നും ദൈവത്തിനെ കണ്ടില്ലേൽ പോലും
അത് കൊണ്ടു നടക്കാൻ നമുക്ക് പറ്റും. തീർച്ചയായിട്ടും. ഇപ്പം എഴുത്തിനെടുത്തുക എന്ന് പറഞ്ഞാല് നമ്മളൊരു അക്ഷരത്തിനെ ബഹുമാനിക്കാനുള്ള ഒരു ചടങ്ങാണത്. അക്ഷരം വിദ്യ എന്ന് പറയുന്നത് എത്ര വലുതാണെന്ന് ഒരു കുട്ടിക്ക് പഠിപ്പിച്ചു കൊടുക്കാനുള്ള ഒരു പിന്നെ ടൂള് ആണ് ഇതൊക്കെ. എനിക്ക് എല്ലാ കാലത്തും എന്നോട് വളരെ അടുത്ത് നിൽക്കുന്നതാണ് ഹിന്ദു കൾച്ചർ. അത് ഞാൻ എന്നും എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. സോ ഐ വിൽ ഓൾവേസ് ക്യാരി ദാറ്റ്. പിള്ളേര് എങ്ങനെയാണ് ഇതിനൊക്കെ നോക്കിക്കാണുന്നത്? ഞാൻ ഇതന്നെ അവരോട് പറയാം. അമ്മ എങ്ങനെയാട്ടോ കരുതണത്, പക്ഷെ ഒരു സ്ഥലത്തേക്ക് പോകുമ്പോൾ ഇങ്ങനെ തൊഴുതൊക്കെ പോകുമ്പോൾ ഒരു ഫോക്കസ് കിട്ടാൻ നല്ലതാണ് ഇതൊക്കെ എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കുട്ടിയൊക്കെ എങ്ങനെയാ വെച്ചാൽ ജീവിക്കുക, നിങ്ങളെ വഴി കണ്ടുപിടിക്കുക. കാരണം ഇന്ന അച്ഛനമ്മയെ പഠിപ്പിച്ച ചിന്ത അല്ലല്ലോ അത്. പക്ഷെ അവരൊരിക്കലും എതിർക്കൂല. നമ്മളെ ഒരു ഇൻഡിവിജ്വൽ ആയിട്ടാണ് വളർത്തുന്നത്. അതുപോലെ എൻ്റെ കുട്ടികളും ഇൻഡിവിജ്വൽസ് ആയിട്ട് വളരുക, പല ചിന്തകളോട് ജീവിക്കുക. ചേച്ചി, ജീവിതത്തിൽ പലപ്പോഴും വ്യത്യസ്തമായ ആശയങ്ങളും സമീപനങ്ങളും വരാം. അപ്പോൾ രണ്ട് വ്യക്തികൾ തമ്മിൽ കൂടിച്ചേരില്ല എന്ന് ഉറപ്പുള്ളപ്പോൾ ഒരു ഫേമസ് കോട്ട് ഉണ്ട്, സ്റ്റേയിങ് എപ്പാർട്ട് വിത്ത് പീസ് ഇസ് ബെറ്റർ ദാൻ സ്റ്റേയിങ് ടുഗദർ വിത്ത് പെയിൻ. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടിൽ നിങ്ങൾ രണ്ടുപേരും ബഹുമാനിച്ചുകൊണ്ട് തന്നെ പ്രൗഡ് ഡിവോഴ്സ്ഡ് മം ഓഫ് ട്വിൻസ് എന്ന രീതിയിൽ ചേച്ചി ഫേസ്ബുക്കിൽ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ഇടുകയുണ്ടായി. യൂഷ്വലി പൊതുവെ ആളുകൾ ഇങ്ങനത്തെ ഒരു സങ്കുചിതമായ മനോഭാവത്തിൽ പുറം ലോകത്തെ അറിയിക്കാതെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചേച്ചി വളരെ വ്യത്യസ്തമായി സോഷ്യൽ മീഡിയയിൽ അത് പോസ്റ്റ് ചെയ്തു. അതുകൊണ്ട് ചേച്ചി എന്താണ് ഉദ്ദേശിക്കുന്നത്? കല്യാണം കഴിച്ചത് 12,000 ആൾക്കാരെയും വിളിച്ച് സദ്യയും കൊടുത്തിട്ട് കല്യാണം കഴിച്ചതാണ് അല്ലെ. അപ്പോ ഇവരൊക്കെ ഒന്ന് അറിയേണ്ടത് ഡിവോഴ്സ് ചെയ്ത് പോകുമ്പോ. അതുകൊണ്ടാണ് ഞാൻ പോസ്റ്റ് ചെയ്തത്. കാരണം ഐ എം വെരി ഹാപ്പി ഫോർ ദ ഹാപ്പിലി മാരീഡ് കപ്പിൾസ് ഇൻ ഓൾ ഓവർ ദ വേൾഡ്. എൻ്റെ അച്ഛനമ്മ, എൻ്റെ അനിയത്തി, എൻ്റെ നിങ്ങളൊക്കെ അല്ലേ, എല്ലാവരോടും ബഹുമാനം നിലനിർത്തിക്കൊണ്ട് തന്നെ പറയുകയാണ്. എന്നെ സംബന്ധിച്ച് ഡിവോഴ്സ് എന്ന് പറയുന്നത് കല്യാണത്തെക്കാൾ സെലിബ്രേറ്റ് ചെയ്യേണ്ട ഒരു ഒക്കേഷനാണ്. ഞാൻ പിന്നെ അങ്ങനെയൊന്നും ചെയ്യാത്തത് ക്രിഞ്ചാക്കണ്ടെന്ന് വിചാരിച്ചിട്ടാണ്. ഞാൻ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ ഹാപ്പിലി ഡിവോഴ്സ് ഒക്കെ പറഞ്ഞിട്ട് ഫോട്ടോഷൂട്ടൊക്കെ നടത്തിയാലോ എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ കാരണം ചൂസിങ് പീസ് ഓവർ എനിത്തിങ് എൽസ് ഇൻ ദ വേൾഡ് എന്നുള്ളതുകൊണ്ടാണ്. എന്താണ് ഒരു ഫാമിലി ലൈഫിൽ റെഡ് ഫ്ലാഗ് എന്ന് ചേച്ചി കാണുന്നത്? അല്ല, അതിനോടൊപ്പം തന്നെ ഞാനൊരു പോയിന്റ് ആഡ് ചെയ്തിട്ട്, ഓരോ വ്യക്തിത്വവും ഇസ് വെരി ബ്യൂട്ടിഫുൾ. ആസ് എൻ ഇൻഡിവിജ്വൽ ഐഡന്റിറ്റി എവ്രി വൺ ആർ ബ്യൂട്ടിഫുൾ സോങ്. അപ്പോൾ അതൊരു ചില കോമ്പിനേഷൻസ് വർക്ക്ഔട്ട് ആവുന്നില്ല, അതിനെ നമ്മൾ റെസ്പെക്ട്ഫുൾ. കോമ്പിനേഷൻസ് മാത്രമല്ല വർക്ക്ഔട്ട് ചെയ്യാത്തത്, അത് കുറച്ച് കാര്യങ്ങളുണ്ട്. 100% അതിൽ ആത്മാർത്ഥത നമ്മൾ ഓരോ റിലേഷൻഷിപ്പിലും പുലർത്തിയിട്ടില്ലെങ്കിൽ അത് രണ്ടു വഴിക്ക് പോകും. അതാണ് നമുക്ക് ആദ്യം നമുക്കെല്ലാവർക്കും വേണ്ടത് ഇന്റഗ്രിറ്റിയാണ്. നമ്മൾ തമ്മിലുള്ള സൗഹൃദത്തിൽ ആ ഇന്റഗ്രിറ്റി നമ്മൾ കീപ്പ് ചെയ്തിട്ടില്ല, നമ്മൾ സൗഹൃദം മുന്നോട്ട് പോകില്ല. അത് പിന്നെ നമുക്ക് തമ്മിൽ സൗഹൃദം ആയതുകൊണ്ട് സൗഹൃദം മുറിക്കണമെങ്കിൽ നമുക്ക് ഡിവോഴ്സ് ചെയ്യണ്ട. അതുകൊണ്ട് ദർ ഈസ് നോ പ്രോബ്ലം. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഒഴിവാക്കാവുന്ന സൗഹൃദം. ഡിവോഴ്സ് ആകുമ്പോൾ നമ്മളതിൽ മക്കളും ഫാമിലിയും ഇമോഷൻസ് കംപ്ലീറ്റ്ലി ഇൻവെസ്റ്റ് ചെയ്ത ഇമോഷൻസും എല്ലാം മാനേജ് ചെയ്യണം എന്നുള്ളതുകൊണ്ട് അതൊരു ഭയങ്കര ഈസി അല്ല, ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച പാത്താണ്. വി ആർ ഇനഫ് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കി. ഡിവോഴ്സ് ആകുന്ന ഒരാളെ സംബന്ധിച്ചുള്ള ഇപ്പം നമ്മൾ നാട്ടിലാണെങ്കിൽ നമുക്ക് കുറച്ചും കൂടെ ഫാമിലി സപ്പോർട്ട്, പേരൻസ് ഉണ്ടാവും, അല്ലെങ്കിൽ ബന്ധുക്കളുണ്ടാവും. അപ്പം അങ്ങനെയുള്ളൊരു സഹായങ്ങൾ കൂടുതലുണ്ട് നാട്ടിൽ അല്ലേ. ഇവിടെ ആകുമ്പോൾ ഇങ്ങനെ കുറച്ചും കൂടെ ഫണ്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന് അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗത്തുനിന്നുള്ള പ്രശ്നമില്ലായ്മ. അപ്പൊ ഇത് രണ്ടും കൂടെ, അതായത് നാട്ടിൽ നമ്മൾ ഡിവോഴ്സിനെ പറ്റി ചിന്തിക്കുമ്പോൾ ഡിവോഴ്സ് ആയാലും കുഴപ്പമില്ല, കാരണം എനിക്ക് എൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, അല്ലെങ്കിൽ നമുക്ക് വേണ്ടപ്പെട്ട ആൾക്കാരുണ്ട് സഹായിക്കാൻ. പക്ഷെ ആ ഒരു കൺസെപ്റ്റ്, ആ ഒരു സഹായ മേഖല നമുക്ക് ഇവിടെ ഇല്ല. പക്ഷെ ഇവിടെ നേരെ മറിച്ചുള്ളതെന്ന് വെച്ചാൽ ആ ഭാഗങ്ങളൊന്നും ഇല്ലെങ്കിലും നമ്മൾക്ക് ഇവിടെ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്നും ഉള്ള സപ്പോർട്ടുകൾ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഭാഗത്തു നിന്നുള്ള ആ ഒരു സോ കോൾഡ് നോട്ടമില്ലായ്മ, അല്ലെങ്കിൽ നമുക്ക് അങ്ങനെ ഒരു ധൈര്യമുണ്ട് ഇവിടെ. അപ്പൊ ഇതിനെ രണ്ടിനെ നോക്കുമ്പോൾ ഏതാണ് കുറച്ചും കൂടെ നമുക്ക് സ്വീകാര്യമായി? ഡിവോഴ്സ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ല. ആൾക്ക് ഡിവോഴ്സ് ചെയ്യണം ഓസ്ട്രേലിയ ആൻഡ് ഗെറ്റ് ഡിവോഴ്സ്ഡ് ഇൻ ഓസ്ട്രേലിയ എന്ന് ഞാൻ പറയും. അതിൽ ഭയങ്കര ഒരു സങ്കല്പങ്ങളൊക്കെ വളരെ ഡിഫറെന്റ് ആണ്. എന്നെ സംബന്ധിച്ച് നമ്മൾ മലയാളി കമ്മ്യൂണിറ്റിയിൽ കംപ്ലീറ്റ്ലി ആഴ്ന്നിറങ്ങി ജീവിക്കുന്ന ആൾക്കാരെ സംബന്ധിച്ച് ഇവിടെ ഡിവോഴ്സ് ചെയ്താലും ബുദ്ധിമുട്ടാണ്. പക്ഷെ എന്നെ സംബന്ധിച്ച് രണ്ടിടത്തും ബുദ്ധിമുട്ടില്ല, കാരണം ഇത് എൻ്റെ തീരുമാനമാണ്. അത് അതിനെ ഡീൽ ചെയ്തേ പറ്റുള്ളൂ എന്നുള്ളതുകൊണ്ട് എനിക്കത് പ്രശ്നം ഉണ്ടായിരുന്നില്ല. പിന്നെ അമ്മ, അച്ഛൻ, നാട്ടിലെ ആൾക്കാരുടെ സപ്പോർട്ട്, അത് എനിക്ക് ഇവിടെ ഫിസിക്കലി ഇല്ല എന്നുള്ളൂ. കംപ്ലീറ്റ് 150% അമ്മ, അച്ഛൻ, അനിയത്തിൻ്റെ ഹസ്ബൻഡ് അവരായിരുന്നു ആ സമയത്ത് കൂടി കടന്നുപോയി കഴിഞ്ഞാൽ പിന്നെ വി ക്യാൻ ഗോ ത്രൂ എനിത്തിങ്. ആ ഒരു ധൈര്യം കൂടെ ആയിരിക്കാം അതിനുശേഷം ഒരു സാധാരണ ഡിവോഴ്സ് ചെയ്ത് മൂലയ്ക്ക് ഒളിക്കുന്ന ഒരാൾക്കാരിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട് സമൂഹത്തിലേക്ക് ഇറങ്ങി കുറച്ചും കൂടെ എൻജോയബിൾ ആക്കാം. അതായത് ഡിവോഴ്സ് ചെയ്യണം എന്നുള്ളൊരു ഡിവോഴ്സിനുള്ള മോട്ടിവേഷൻ അല്ല, ഒന്നെങ്കിൽ നന്നായി ജീവിക്കില്ല ഡിവോഴ്സ് ചെയ്യുക, രണ്ടിലൊണ്ടാലൊന്ന് എന്നുള്ളതാണ് എനിക്ക്. പക്ഷെ ഈ പറഞ്ഞ ഞാൻ ഒരുപാട് കാലം എടുത്തിട്ടല്ലേ ഇങ്ങനെ ഒരു തീരുമാനം, ഒരുപാട് വർഷങ്ങൾ എടുത്തിട്ടത്. ഇതൊക്കെ ഓരോരുത്തരുടെ പറഞ്ഞ മാതിരി
ഭയങ്കര നമ്മളെ പേഴ്സണാലിറ്റിക്ക് വലിയൊരു എന്താ പറയുക റോളുണ്ട് ഇങ്ങനത്തെ തീരുമാനങ്ങളൊക്കെ എടുക്കുന്നതിന്. സമൂഹം, അവനവൻ്റെ ചിന്ത, മനസ്സ് ഒക്കെ ഇതിനൊക്കെ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ സാധനം പോണത്. അപ്പൊ ചേച്ചി സെൻട്രൽ ലിങ്കിൽ നിന്ന് ഒരു ഈ ഒരു പാതയിലൂടെ കടന്നു പോകുന്ന വനിതകൾക്ക് എന്തൊക്കെ ബെനിഫിറ്റ്സ് ആണ് സെൻട്രൽ ലിങ്കിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്? ആദ്യം തന്നെ ഫാമിലി ടാക്സ് ബെനിഫിറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി സപ്പോർട്ട് ഉണ്ട്. അതിൽ നമ്മളുടെ കുട്ടികളെ നോക്കുന്നത് ഇപ്പം ആരാണ്, കുട്ടികളുടെ ഷെയർ ചെയ്തിട്ടാണോ ഇൻഡിവിജ്വൽ. ഇപ്പം ഞാൻ 100% കെയറാണ് കുട്ടികളുടെ. അപ്പോൾ എനിക്ക് അതിനനുസരിച്ച് പിന്നെ എൻ്റെ വരുമാനം അനുസരിച്ചിട്ടുമാണ് ഗവൺമെൻറ് ഒരു പൈസ നിർണ്ണയിച്ചിട്ട് എനിക്ക് തരിക ചെയ്യുക ഫോർട്ട്നൈറ്റ്ലി. അപ്പോൾ എൻ്റെ വരുമാനത്തിനനുസരിച്ചൊക്കെ, അപ്പം എനിക്ക് ഭയങ്കര വരുമാനം ഉണ്ടെങ്കിൽ എനിക്ക് വളരെ കുറച്ച് പൈസയേ കിട്ടുള്ളൂ. എനിക്ക് കുറച്ച് വരുമാനം കുറവാണെങ്കിൽ അതിനനുസരിച്ച് ഗവൺമെൻറ് അപ്പുറത്തുനിന്ന് കൂട്ടിത്തരും. റെൻ്റൽ അലവൻസും ഒക്കെ നമുക്ക് തരും, റെൻറ്റിലാണ് താമസിക്കണമെന്നുണ്ടെങ്കിൽ. പിന്നെ അതേമാതിരി അതേപോലെ തന്നെ നമുക്ക് എത്ര ഗവൺമെൻറ് തന്നാലും അച്ഛൻ തരേണ്ട പൈസ അച്ഛൻ്റെ കയ്യിൽ നിന്ന്, അല്ലെങ്കിൽ അമ്മയാണ് അച്ഛൻ്റെ കയ്യിൽ ആ കുട്ടികളെന്നുണ്ടെങ്കിൽ അമ്മയാണ് കൊടുക്കേണ്ട. അമ്മയ്ക്ക് നല്ല വരുമാനം ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗവൺമെൻറ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതും തരും. അപ്പം ഇവിടെ തന്നെ ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ അത് പലയിടത്തും ശമ്പളത്തിൽ നിന്ന് പിടിക്കുന്ന ആയിട്ട് കേട്ടിട്ടുണ്ട്. അല്ലെങ്കിൽ രമ്യമായിട്ടാണ് അച്ഛനും അമ്മയും മാന്യമായിട്ടാണ് പിടിക്കുന്നത്. ഭയങ്കര ബ്യൂട്ടിഫുള്ളാണ്. അപ്പോൾ ഈസിയാണ് ജേണി, കുട്ടികൾക്കും നല്ലതാണ്. അപ്പോൾ അവർ തമ്മിൽ നിർണ്ണയിച്ചിട്ടൊരു പൈസ ഇടുന്ന ആളുകളെയും എനിക്കറിയാം. അപ്പോൾ 100% ഇന്ത്യയിലും ഓസ്ട്രേലിയയിലും വെച്ച് കമ്പയർ ചെയ്യുകയാണെങ്കിൽ ചേച്ചി പറയുന്നത് ഡിവോഴ്സ്ഡ് ആയിട്ടുള്ള വനിതകൾക്ക് കുറച്ചും കൂടി ജീവിക്കാൻ എളുപ്പം ഓസ്ട്രേലിയയാണ്. എന്നെ സംബന്ധിച്ച് ജീവിക്കാൻ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കിവിടെ ജീവിക്കാൻ വളരെ ഈസിയാണ്. Once again, we are not glorifying divorce, but if you are not happy together, it's better to. It should be glorified എന്ന് തന്നെ ഞാൻ പറയാം. കാരണം കല്യാണം പോലെ തന്നെ, കല്യാണം നമ്മൾ ആഘോഷിക്കുകയല്ലേ, അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് ഡിവോഴ്സ് ആഘോഷിക്കാൻ പറ്റാത്തതെന്ന് ഞാൻ എപ്പോഴും ആലോചിക്കും. അതിനോട് കൂട്ടിച്ചേർത്ത് ഞാൻ ചേച്ചിയോട് ചോദ്യം ചോദിക്കണം. അതായത് മാറ്റത്തിന്റെ മാറ്റം അതിവേഗം മാറുന്ന ഒരു കാലഘട്ടമാണ്. അപ്പൊ കൂട്ടുകുടുംബത്തിൽ നിന്ന് അണുകുടുംബമായി, അണുകുടുംബത്തിൽ നിന്ന് ഇപ്പോൾ ലിവിങ് ടുഗദർ എന്നൊരു പ്രക്രിയയിലേക്ക് വരുന്ന ഒരു സങ്കല്പമല്ല, അതിപ്പോൾ റിയാലിറ്റിയിൽ വന്നുകൊണ്ടിരിക്കണം. അതായത് അപ്പോൾ നമ്മൾ നാട്ടിൽ തന്നെ ഉണ്ടല്ലോ, അല്ലാതെ ഇംഗ്ലീഷുകാരെ മാത്രം പരിപാടിയൊന്നുമല്ല. അപ്പോൾ വളരെ കോമൺ ആയിട്ട് അപ്പൊ നമ്മൾ ആഗ്രഹിക്കുന്ന ഒരു പാർട്ട്ണറിനെ ആദ്യം കുറച്ച് നാൾ നിൽക്കുക, എന്നിട്ട് നമുക്ക് വളരെ കമ്പാക്റ്റബിൾ ആണെന്ന് തോന്നുമ്പോൾ മാത്രം കല്യാണം കഴിക്കുക. അതിനെ ആദ്യം സമൂഹം ഒരു നെറ്റി ചുളുക്കലിലൂടെ മാത്രം കണ്ടിരുന്ന ഒരു പ്രക്രിയയാണെങ്കിൽ ഇപ്പോൾ കുറച്ചും കൂടിയൊക്കെ ആക്സെപ്റ്റൻസ് വരുന്നുണ്ട്. ചേച്ചിയുടെ അഭിപ്രായം എന്താണ്? ഇറ്റ്സ് നോട്ട് അബൌട്ട് മാരേജ്. ഹൗ യു ആർ ഡീലിംഗ് വിത്ത് യുവർ പാർട്ട്ണർ ഇൻ യുവർ റിലേഷൻഷിപ്പ് മാറ്റേഴ്സ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മുടെ വിവാഹത്തിൽ ഭാര്യയും ഭർത്താവും തമ്മിൽ സ്നേഹം ഉണ്ടെങ്കിലേ അവിടെ റിലേഷൻഷിപ്പ് വർക്കാവുന്നുള്ളൂ. അതിന് കല്യാണം കഴിച്ചതുകൊണ്ടാവരുത് സ്നേഹിക്കുന്നത്. കുങ്കുമം തൊടുന്നതുകൊണ്ടോ താലി ഇട്ടത് കൊണ്ടോ അല്ല പരസ്പരം സ്നേഹിക്കുന്നത്. പരസ്പര സ്നേഹമുണ്ടെങ്കിലേ ഒരുമിച്ച് ജീവിക്കാൻ പാടൂ. അതിന് കല്യാണം എന്നുള്ള സിസ്റ്റത്തിന്റെ ആവശ്യമല്ല. കൂടുമ്പോൾ ഇമ്പമുള്ളത് കുടുംബം. അദ്ദേഹത്തിന്റെ കൂടെ എനിക്ക് ഭയങ്കര സന്തോഷമാവും എന്ന് തോന്നുന്ന ഒരാളെ കൂടെ ജീവിക്കുക. അതിൽ വിവാഹം പോലും നമുക്ക് 100% ഒരു തരത്തിലുള്ള സുരക്ഷിതത്വം തരുന്നില്ല. നമുക്ക് എന്തെങ്കിലും തരുന്നുണ്ടെങ്കിൽ അത് നമ്മൾ എങ്ങനെയാണോ ഒരു റിലേഷൻഷിപ്പിൽ എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഒരു റിസൾട്ട് തരുന്നുള്ളൂ. സോ ബി ജെന്യൂൻ ഇൻ യുവർ റിലേഷൻഷിപ്സ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഐ ആം വെരി ഹാപ്പി അബൌട്ട് പീപ്പിൾ ഡേറ്റിംഗ്, ലിവിങ് ടുഗെദർ. ഓക്കെ, ഞാൻ എൻ്റെ മക്കളോടും പറയാറുണ്ട്, യു ഹാവ് ടു ഡേറ്റ്, യു ഹാവ് ടു നോ ദ പേഴ്സൺ ബിഫോർ യു സ്റ്റാർട്ട് ലിവിങ് വിത്ത് ദ പേഴ്സൺ. ഇറ്റ്സ് നോട്ട് അബൌട്ട് മാരേജ്. ഇത് എൻ്റെ ശാസ്ത്രമാണ്. പക്ഷേ ഓസ്ട്രേലിയയിൽ നമുക്ക് കല്യാണമല്ല ഇല്ലെങ്കിലും ഒരുമിച്ച് ജീവിക്കുന്നത് ലീഗലൈസ് ചെയ്യാൻ ഒരുപാട് മാർഗങ്ങളുണ്ട്. ഒരു 16-ാം വയസ്സിൽ അങ്ങയുടെ മകൻ ഒരു ഗേൾ ഫ്രണ്ടുമായിട്ട് വന്നാൽ നിറകൈയോടുകൂടി സ്വീകരിക്കും. പിന്നെ ഞാൻ അവനോട് ഇപ്പോഴേ പറഞ്ഞിട്ട്, എൻ്റെ കുട്ടികൾ ഇപ്പോഴേ 15 വയസ്സുള്ള 2 ആൺകുട്ടികളാണ് എനിക്ക്. ഓൾറെഡി ഞാൻ ഇപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ആരെ വേണമെങ്കിലും ഗേൾ ഫ്രണ്ടായിട്ടൊക്കെ നിങ്ങൾക്ക് എടുക്കാം. സൂക്ഷിച്ചും കണ്ടൊക്കെ എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യാം. ഇവിടുത്തെ കുട്ടികൾക്ക് ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ് എല്ലാ കാര്യത്തിലും. സെക്ഷൽ എഡ്യൂക്കേഷൻ ആണെങ്കിൽ എല്ലാത്തിലും ഹൈലി എഡ്യൂക്കേറ്റഡ് ആണ്. ഞാനാണെങ്കിൽ ഭയങ്കര ഓപ്പൺ മദർ, ഭയങ്കര എല്ലാ കാര്യങ്ങളും ഓപ്പൺലി ഡിസ്കസ് ചെയ്യാൻ അവർക്ക് ഞാനുണ്ട്. അപ്പം ഞങ്ങളെല്ലാം പറയാറുണ്ട്. അപ്പം ഞാൻ ധൈര്യമായിട്ട് ഗേൾ ഫ്രണ്ട്സിനെയൊക്കെ കൂടെ കൂട്ടണം. ഇറ്റ്സ് എ നോർമൽ തിങ് ടു ബി അട്രാക്റ്റഡ് ടു സമ്മൺ, ഫീലിംഗ് ലൈക്ക് ടു ബി വിത്ത് സമ്മൺ. അത് വളരെ പോസിറ്റീവായ കാര്യമാണ്. അങ്ങനെ തോന്നിയില്ലെങ്കിലാണ് നിനക്ക് എന്തെങ്കിലും തകരാറ് എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. സോ ദേ ക്യാൻ ഡേറ്റ് എനി വൺ. പക്ഷേ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിക്കഴിഞ്ഞാൽ അതൊന്ന് പുറത്തു വരാൻ ഇമോഷണലിയോ ശാരീരികമായിട്ടോ കഴിയാതെ പോയാൽ അമ്മയ്ക്ക് അടുത്ത് വന്നിരുന്ന് കഞ്ഞി ഉണ്ടാക്കി തന്ന് നിൻ്റെ തലയിൽ ഇങ്ങനെ തലോടി കരയാനേ പറ്റുള്ളൂ. സഹിക്കേണ്ടത് നീയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ അവനവൻ്റെ കാര്യം നോക്കിയോ എന്നും ഞാൻ ഡിസ്ക്ലൈമർ ഇട്ടിട്ടുണ്ട്. എത്ര ശതമാനം ആൾക്കാർ ഇന്നിപ്പോ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ വ്യത്യസ്തമായൊരു ചിന്തയാണിത്. വ്യത്യസ്തമായിട്ട് തോന്നുന്നുണ്ട്. വ്യത്യസ്തമായെന്ന് നമ്മൾ പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മുടെ ഈ മൈഗ്രൻ്റ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റിയിൽ നിന്ന്
ഇങ്ങനെയുള്ളൊരു ഒരു ചിന്താഗതി ഉണ്ടാകുക എന്ന് പറയുന്നത് അതൊരു അൺയൂഷ്വൽ ആണ്. അപ്പൊ അത് വെച്ചാൽ ഞാൻ മുമ്പേ ചേച്ചിയെ പറ്റി പറയുമ്പോൾ മറ്റുള്ളവരോട് പറയുന്ന കാര്യമാണ് തിങ്കിങ് ഔട്ട് ഓഫ് ദ ഫ്രെയിം ആയിട്ടുള്ള ഒരാളാണ്. ആൻഡ് ഓൾസോ വാട്ട് യു തിങ്കിങ് ഔട്ട് ഓഫ് ദ ഫ്രെയിം ഈസ് നോട്ട് ആൻ അൺറിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യവുമല്ല. ലോകത്ത് മറ്റു പല ആൾക്കാരും നമ്മള് 100, 140, 130 കോടി ജനങ്ങളുള്ള ഇന്ത്യയുടെ കൾച്ചറാണ് ലോകത്തെ ഏറ്റവും നല്ല കൾച്ചറെങ്കിൽ ലോകത്ത് ഏറ്റവും കൂടുതൽ സന്തോഷകരമായി ജീവിക്കേണ്ട ആൾക്കാർ ഇന്ത്യക്കാരാണ് അല്ലെങ്കിൽ മലയാളികളാണ്. ഇന്ന് അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നമ്മളോട് തന്നെ ചോദിക്കേണ്ടതാണ്, അപ്പൊ ഞാൻ ഫോളോ ചെയ്ത കൾച്ചർ ആണോ ലോകത്തെ ഏറ്റവും നല്ല കൾച്ചർ? അപ്പൊ നമ്മൾ ലോകത്തെ ഏറ്റവും നല്ല രീതിയിൽ ജീവിക്കുന്ന ആൾക്കാരുടെ കൾച്ചർ നോക്കിയിട്ട് നമ്മൾ അതിനെ കുറ്റം പറയുകയും പുച്ഛിക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ ഒരുപക്ഷെ നമ്മളെ തന്നെയല്ലേ പുച്ഛിക്കുന്നത്. അത് നമ്മുടെ ചിന്താഗതിയുടെ ഒരു ദൗർബല്യത്തെയാണ് നമ്മൾ മനസ്സിലാക്കാണ്ട് പോകുന്നത്. ഭയങ്കര ഒരു തോട്ട് പ്രൊവോക്കിംഗ് മൊമെന്റ് ആട്ടോ. അതായത് നമ്മുടെ മലയാളികൾ ചിന്തിക്കുന്നത് നാം ചെയ്യുന്നതാണ് എല്ലാം ശരിയെന്ന് ചിന്തിക്കുന്ന ഒരു വിഭാഗം ബഹുഭൂരിപക്ഷമുള്ള ഒരു ജനക്കൂട്ടമാണ് മലയാളികൾ. നമ്മളെ കുറിച്ചൊക്കെ തന്നെയാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ശരിക്കും ചേച്ചി എത്രാം വയസ്സിലാണ് ചേച്ചി മാതൃത്വം സ്വീകരിച്ചത്? അല്ലെങ്കിൽ അമ്മയായത്? അമ്മയായത് സംഭവിച്ചു. അതായത് അത് 23 വയസ്സിലാണ് ഞാൻ അമ്മയാണ്. ഏതാ ജിസ 23-ാം വയസ്സില് ഇരട്ടക്കുട്ടികളുടെ അമ്മ. അതെ. ഞാനൊരു പക്ഷേ എന്റെ 23-ാം വയസ്സിൽ കോളേജ് കഴിഞ്ഞ് എന്ത് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ കോളേജിൽ പോലും പോയിട്ടില്ല സമയത്ത്. ഞാൻ നിങ്ങളെക്കാളും ചെറുപ്പല്ലേ. ഓർമ്മിപ്പിക്കല്ലേ പെണ്ണേന്ന്. ഞാൻ വിചാരിച്ചത് ജീവിതം ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ ഒഴുകി ഇങ്ങനെ പോണ പോലെ എല്ലാം വരട്ടെ, എല്ലാം നല്ല എന്നുള്ള ഇതിലിങ്ങനെ പോകാം. അങ്ങനെ ഒട്ടും പ്ലാൻഡൊന്നല്ല. ഒരു ലേശം ബുദ്ധി പോകുന്നുണ്ടായിരുന്നു. ഒരു പക്ഷേ ഞാൻ അമ്മയാവുക എന്നുള്ള വിചാരമേ ഞാൻ ഒഴിവാകുമായിരുന്നു എന്ന് തോന്നുന്നു എനിക്കിപ്പ. എന്ന് വെച്ചിട്ട് ഇപ്പൊ ഉണ്ടായ രണ്ടാൾക്കാരുണ്ടല്ലോ, നമുക്ക് കുട്ടികളൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ലോകം അവരാ, നമുക്ക് പിന്നെ വേറെ ഒന്നുമില്ല. അപ്പൊ അത് ഉണ്ടായി കഴിഞ്ഞാലാണ് അവരുള്ളൂ. അവര് ഇപ്പൊ ലേന പറഞ്ഞ മാതിരി അവര് അതുണ്ടെങ്കിലല്ലേ ഇതുള്ളൂ എന്ന് പറഞ്ഞില്ലേ. അപ്പൊ അവരെ കണ്ടതുകൊണ്ടല്ലേ, അവരുണ്ടായതുകൊണ്ടാണ് എന്റെ ലോകം അവരായി മാറുന്നത്. അങ്ങനെ ഒരു സംഭവമേ ഇല്ലെങ്കിൽ ഞാൻ ഈ ജീവിതം എന്താണെന്ന് എക്സ്പ്ലോർ ചെയ്ത് ഞാൻ ജീവിക്കുമായിരുന്നു ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ ഒരു വെസ്റ്റേൺ കൺട്രിയിലാണ് നിൽക്കുന്നത്. അപ്പം ഇവിടുത്തെ പേരന്റിങ് ചേച്ചി പറഞ്ഞ ഈ സങ്കല്പത്തിനോട് അങ്ങ് പൂർണ്ണമായിട്ട് യോജിക്കുന്നില്ലാത്ത ഒരു സങ്കല്പമാണ്. അതായത് ഇപ്പോൾ ചേച്ചി പറഞ്ഞ പോലെ നമ്മുടെ കുട്ടികൾ നമ്മുടെ ലോകം മുഴുവൻ അവരാണെന്നുള്ള രീതിയിൽ ആണോ ഇവിടുത്തെ പേരന്റിങ്? ചേച്ചിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ടോ? ഇനിയിപ്പോൾ അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ പേരന്റിങ്ങിന് ആണ് യൂറോപ്യൻ പേരന്റിങ്ങിനെക്കാട്ടിലും നല്ലത്, അങ്ങനെ ഒരു അർത്ഥമുണ്ടോ? ഇല്ല, നമ്മളെ രണ്ട് പാരന്റിങ്ങിന്റെയും ഒരു മിക്സ് ആണ് ഏറ്റവും നല്ല പാരന്റിങ് എന്നുള്ള ചിന്തിക്കുന്ന ഒരാളാണ് ഞാൻ. യൂറോപ്യൻ ആളുകളാണെങ്കിലും ഏത് പാരന്റ് ആണെങ്കിൽ, ഐ മീൻ ഇങ്ങനെ കുട്ടികളെ നെഗ്ലക്ട് ചെയ്യുന്ന അബ്യൂസീവ് ആയിട്ടുള്ള പാരന്റ്സിന്റെ കാര്യമല്ല പറയുന്നത്. നോർമലായിട്ട് നമ്മൾ കാണുന്ന കുട്ടികളെ സ്നേഹിക്കുന്ന പാരന്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ലോകം കുട്ടികൾ തന്നെയാണ്. അതിന് യൂറോപ്യൻസ് ആണെങ്കിലും ഇന്ത്യൻസ് ആണെങ്കിലും. പക്ഷെ ഇവിടുത്തെ പാരന്റിങ്ങിന്റെ പോസിറ്റീവ് ഭാഗം എന്ന് പറഞ്ഞാൽ നമ്മളെ കണ്ടിട്ട് നമ്മളുടെ ഇഷ്ടത്തിന് നമ്മളുടെ കുട്ടികൾ വളരണം എന്നല്ല ഇവർ ചിന്തിക്കുന്നത് എന്നുള്ളത് മാത്രമാണ് ഞാൻ കാണുന്ന വലിയൊരു പോസിറ്റിവിറ്റി. അത് ഞാൻ എൻ്റെ കുട്ടികളുടെ ആണെങ്കിലും അമ്മ ഉണ്ടാക്കുന്നത് അമ്മയ്ക്കുള്ളത് എന്താണെന്ന് കണ്ടിട്ടല്ല നിങ്ങൾ ജീവിക്കേണ്ടത്. യു ഹാവ് ടു ഫൈൻഡ് യുവർ ഓൺ വേ എന്ന് സ്വയം പര്യാപ്തരാവുക നമ്മളെ മക്കൾ എന്നുള്ളതിനേക്കാളും വലിയ ഒരു സന്തോഷമല്ല. അത് അവരെന്നെ ജീവിക്കുക. അമ്മേന്റെ ജീവിതം അമ്മയ്ക്ക്, കുട്ടികളുടെ ജീവിതം കുട്ടിയേക്കുന്നതാണ്. അവരെ പഠിപ്പിക്കാൻ എനിക്കിഷ്ടം. ഒരു പക്ഷെ നമ്മളെല്ലാവരും ഇന്ത്യൻ പാരന്റിങ്ങിന്റെ കനികളായതുകൊണ്ട്, കായ്ഫലങ്ങളായതുകൊണ്ട് നമുക്ക് എപ്പോഴും തോന്നും അവരെ കുറെ സഹായിക്കണമെന്ന്. നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ട് തെറ്റായ ഒരു സങ്കല്പമാണ് യൂറോപ്യൻ പാരന്റിങ്ങില് ഭയങ്കര സെൽഫിഷ് ആണ് എന്നൊക്കെ ഉള്ളത്. ഇങ്ങനെ അല്ലല്ലോ, ഒരിക്കലും അല്ല. അവരെ എന്തൊരു അടിപൊളി, അവരെ പോലെയാണ് ശരിക്കും നമ്മൾ പഠിക്കണം. അവരെ ഇൻഡിവിജ്വൽസ് ആയിട്ട് വളരാൻ വിടുകയും ചെയ്യും. എന്തൊരു ഭംഗിയായിട്ട് അവരെ ഓരോ വളർച്ചയിലും അവരെ സപ്പോർട്ട് ചെയ്യുന്നതും എന്ത് നല്ല ഫാമിലി സ്ട്രക്ചറാണ് ഇവിടുത്തെ വെള്ളക്കാരത്. ശരിക്കും നമുക്കൊന്നൊരു യാത്ര വ്യതിചലിക്കാം. വേറൊരു ചേച്ചിക്ക് പഠിക്കാൻ ആഗ്രഹമുള്ള ഒരു സ്കിൽ ഇനി എന്തായിരിക്കും? പഠിക്കാൻ ആഗ്രഹമുള്ള സ്കിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആവാനാണോ? ആർട്ടിസ്റ്റ് ഫാഷൻ മോഡൽ ആവാനാണോ? സ്വന്തമായിട്ട് മേക്കപ്പ് ചെയ്യാനുള്ള ഒരു അറിവ്. അതിനോടൊപ്പം തന്നെ ഞാനൊരു പോയിന്റ് ആഡ് ചെയ്യണം. എന്റെ അമ്മ 66-ാം വയസ്സിലാണ് ആദ്യമായിട്ട് വളയം പഠിക്കുന്നത്, ഡ്രൈവിംഗ് ലൈസൻസ് എടുത്ത് 66-ാം വയസ്സിലാണ്. അതിനുശേഷം അമ്മയ്ക്ക് ഉണ്ടായ ഒരു കോൺഫിഡൻസ് ലെവൽ ഭയങ്കരമാണ്. അപ്പോ പ്രായം ഒരു വിഷയമേ അല്ല ഒരു സ്കില്ല് പഠിക്കുക എന്നുള്ളത്. അപ്പൊ അങ്ങനെ ചേച്ചിക്ക് ഇൻട്രസ്റ്റിംഗ് സ്കിൽ എന്തെങ്കിലും ഉണ്ടോ? ഈ ഓസ്ട്രേലിയ ഭയങ്കര അടിപൊളി കൺട്രി ആണല്ലോ ജീവിക്കാം, നമുക്കറിയാലോ. അതായത് എനിക്കിപ്പോ ഇന്ന് തോന്നുകയാണ് എന്റെ ജോലിയുടെ സ്ട്രീം ഒന്ന് മാറ്റണം എന്ന് തോന്നിയാൽ അതിനൊരു ഓപ്പണിംഗ് ഉള്ള കൺട്രിയാണ്. അതായത് നാളെ രാവിലെ ആകുമ്പോൾ എനിക്ക് ഡോക്ടർ ആക്കണമെന്നൊന്നും പറഞ്ഞാൽ പറ്റില്ല, അങ്ങനെയല്ല. എന്നാലും നമുക്ക് പല ഗവൺമെന്റിന്റെ ഏതെങ്കിലും ഡിപ്പാർട്ട്മെന്റിലോ ഇനി അതല്ല വേറെ ജോലി ഒന്ന് പിടിച്ച് വേറൊരു സ്ട്രീം പിടിച്ചു നോക്കാം. ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങ് അല്ലെ. നമ്മുടെ കൂടെയൊക്കെ ജോലി ചെയ്യുന്ന 60 വയസ്സിന് അവര് ഒറ്റയടിക്ക് പോലീസുകാരൻ കാണാൻ നേരെ പോയിട്ട് ഫാർമസിസ്റ്റ് ആവും, അവര് പോയി യൂണി ചെയ്യും പാർട്ട് ടൈം ആയിട്ട്. നമുക്ക് എപ്പോഴും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ് ഈ കൺട്രി. അങ്ങനെ നോക്കുമ്പോ
മേക്കപ്പ് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. ഒരുപാട് ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. പ്രതീക്ഷകളാണ് അതെ. മനുഷ്യനെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. അതെ അതെ അതെ. നമുക്കൊരു വേറൊരു തലത്തിലേക്ക് കിടക്കാം. ഇനി വളരെ ആഴത്തിൽ ചിന്തിക്കേണ്ട ഒരു ചെറിയ ടോപ്പിക്, അതായത് ഒരിക്കലും നടക്കാൻ സാധ്യതയില്ല എന്ന് വിശ്വസിക്കുന്ന ചേച്ചിയുടെ ബക്കറ്റ് ലിസ്റ്റിലുള്ള ഒരു ഐറ്റം എന്തായിരിക്കും? അയ്യോ, അതായത് ചേച്ചിയുടെ ബക്കറ്റ് ലിസ്റ്റ് വളരെ എനോർമസ് ആയിരിക്കാം, പക്ഷെ അതിലൊരു കാര്യം എടാ ഇത് എത്ര വിചാരിച്ചാലും നടക്കും തോന്നുന്നില്ല, അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടോ? ഫസ്റ്റ് ഓഫ് ഓൾ ബക്കറ്റ് ലിസ്റ്റ് നമ്മുടെ ബക്കറ്റ് ഒന്നുമില്ല, പക്ഷെ ലിസ്റ്റ് ഉണ്ട്. അപ്പൊ അങ്ങനെ, അതായത് കുറെ ആഗ്രഹങ്ങളുണ്ട്. അതിൽ ഏറ്റവും വലിയ ആഗ്രഹം എനിക്ക് ലോകം മുഴുവൻ ട്രാവൽ ചെയ്യണം. അതില് ആദ്യം ഒന്ന് ഓസ്ട്രേലിയ മുഴുവൻ കാണണം, ഇന്ത്യ മുഴുവൻ കാണണം. ട്രിപ്പുകളൊന്നും അധികം പോയിട്ടില്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, അതൊക്കെ ചെയ്തെടുക്കണം എന്നൊരു വിചാരമുണ്ട്. ഇപ്പോഴത്തെ നൂതന കാലത്ത് എസ്പെഷ്യലി ജെൻസി സീസൺ ആണല്ലോ ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. ജീവിതത്തിലെ എല്ലാ ചെറിയ ചെറിയ മൊമെന്റ്സ് പോലും ലോകത്തോട് വിളിച്ചു പറയാൻ ആഗ്രഹിക്കുന്ന ഒരു ജനവിഭാഗത്തിന്റെ ഇടയിലാണ് ഞാനും ചേച്ചിയൊക്കെ. ഞാനും അതിലൊരു ഭാഗമാണ്, എനിക്കും ഇഷ്ടമാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ ജീവിതത്തിലെ ഓരോ ചെറിയ ചെറിയ നിമിഷങ്ങളും നമ്മുടെ അച്ചീവ്മെന്റ്സും നമ്മുടെ വിജയങ്ങളും നമ്മുടെ പരാജയങ്ങളും അല്ലെങ്കിൽ നമ്മുടെ സങ്കടങ്ങളും ലോകത്തോട് വിളിച്ചു പറയുന്ന ഒരു പ്ലാറ്റ്ഫോമിൽ നമ്മൾ ഈ പറയുന്ന സ്റ്റോറീസ് ഇടുന്നത് വഴി നമുക്കൊരു പോസിറ്റീവ് വൈബ്സ് ആണോ വരിക അല്ലെങ്കിൽ നമുക്കൊരു നെഗറ്റീവ് വൈബ്സ് ആണോ വരിക? ചേച്ചിയുടെ പോയിന്റ് ഓഫ് വ്യൂല് പേഴ്സണൽ ലൈഫിൽ ഇത്രയും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിക്കുന്നവർക്ക് ചേച്ചി എന്താണ് അഭിപ്രായം കൊടുക്കുക? അതിന്റെ ഉത്തരം ഓരോരുത്തർക്കും ഓരോന്നാണ്. എനിക്ക് സന്തോഷമുള്ളൊരു കാര്യമാണ് ഞാൻ ചെയ്യുന്നത്. മറ്റുള്ളവർക്ക് ഉപകാരം ഉണ്ടോ എന്നല്ല ഞാൻ ചിന്തിക്കുക. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഒരു കോമഡി റീല് ചെയ്തിടുമ്പോൾ നമ്മളിഷ്ടമുള്ള ചിലർക്കത് കാണുമ്പോൾ സന്തോഷം തോന്നും, നമ്മളെ ഇഷ്ടമില്ലാത്തവർക്ക് കാണുമ്പോൾ ഇവളിത് എന്താ കാണിക്കണമെന്ന് തോന്നും, ഒന്നും അറിയാത്തവർക്ക് കാണുമ്പോൾ പലതരം അഭിപ്രായങ്ങൾ തോന്നും. ഇവർക്കൊക്കെ തോന്നുന്നത് എന്നെ സംബന്ധിച്ച് പ്രശ്നമല്ല. നമ്മളുടെ എന്ന് പറയാൻ നമുക്ക് ആകെ ഉള്ളത് നമ്മളുടെ ഒരു സോഷ്യൽ മീഡിയയാണ്, നമ്മളുടെ വോളാണ്, അങ്ങനെയല്ലേ പറയാം, നമ്മുടെ വോളാണ്. കാരണം നമ്മൾ ഇഷ്ടമുള്ളത് നമ്മൾ ചെയ്യുന്നു. ഞാൻ ചേച്ചിയുടെ ഒരുപാട് റീലുകളും ഫോട്ടോകളും കാണുമ്പം ഇതിനകത്ത് മറ്റു പല ആൾക്കാരും ഉൾപ്പെടുന്നുണ്ട്. അപ്പൊ ചേച്ചി എപ്പോഴും ഇടുന്ന റീലുകള് ചേച്ചിയുടെ ഇൻഡിപെൻഡന്റ് സോളോ അല്ല, ഒരു പരിധി വരെ ഫ്രണ്ട്സും ഫാമിലിയും ഒക്കെ വരുന്നുണ്ട്. ഈ പറയുന്ന ആൾക്കാരുടെ ഇൻഡിവിജ്വൽ പ്രൊഫൈൽ എടുത്ത് അവർ ഇത്രയും അവരെ ഷോക്കേസ് ചെയ്യുന്നില്ല. അപ്പൊ ചേച്ചിയുടെ പ്രൊഫൈലിൽ കൂടെ ചേച്ചി മറ്റുള്ള ആൾക്കാരെ ഷോക്കേസ് ചെയ്യുമ്പോൾ അവരുടെ അടുത്ത് അവരങ്ങനെ എന്തെങ്കിലും ഇപ്പൊ ഒരു നീരസം പ്രകടിപ്പിച്ചിട്ടുണ്ടോ? എനിക്ക് ഒട്ടും അങ്ങനത്തെ ഒരു ബോധമായി ചിന്തിക്കാത്ത ഒരാളാ. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ പോസ്റ്റ് ചെയ്യുമ്പോൾ എന്റെ ഇഷ്ടമുള്ള ആൾക്കാർ കൂടെ ഉണ്ട്, ഞാനങ്ങ് പോസ്റ്റ് ചെയ്യും, അത്രേ ഉള്ളൂ. പക്ഷെ ഈയിടെയൊക്കെ ആയിട്ട് ഞാൻ ചോദിക്കൂ, ഞാൻ പോസ്റ്റ് ചെയ്യൂട്ടോ, സായി പോസ്റ്റ് ചെയ്തോ, സന്തോഷമാണെന്ന് പറയുന്നവരാണ് ഞാനും. ഷെയർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളും അല്ലെങ്കിൽ പ്രൈവസി വേണ്ട കാര്യങ്ങളും തമ്മിലുള്ള ഒരു ബൗണ്ടറി ലൈൻ ഉണ്ടാവും. ആ ബൗണ്ടറി ലൈൻ കണ്ടെത്താൻ ഒരു ചലഞ്ചിങ് ആയിട്ട് തോന്നാറുണ്ടോ? എന്നെ സംബന്ധിച്ച് എന്നെ മാത്രം ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയാൻ ആരോടും ചോദിക്കേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് എനിക്ക് അതിലൊരു ബൗണ്ടറി പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളെ സ്നേഹമുള്ളവര്, വളരെ കരുതലും സ്നേഹമുള്ളവര് നമ്മളോട് ഉറപ്പായിട്ടും ഈ അങ്ങനെ പറയുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്തെങ്കിലും ഒരു അഭിപ്രായങ്ങളൊക്കെ എന്നോട് പറയും. അപ്പൊ ഇങ്ങനെ തോന്നി, വായിക്കുന്നവർക്ക് അങ്ങനെ തോന്നി എന്നൊക്കെ പറഞ്ഞു. അതിനോട് കൂട്ടിച്ചേർത്തുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിച്ചോട്ടെ ചേച്ചി, നെഗറ്റീവ് കമന്റ്സ് അല്ലെങ്കിൽ ജഡ്ജ്മെന്റ് വന്നാൽ ചേച്ചി അതെങ്ങനെ ഹാൻഡിൽ ചെയ്യുക? എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. നമ്മുടെ ഉദ്ദേശശുദ്ധിയാണ് ഏറ്റവും പ്രധാനം. അപ്പം ആ ഉദ്ദേശശുദ്ധി ഞാൻ ചെയ്യുന്ന കാര്യങ്ങളിലും എൻ്റെ ചുറ്റുപാടിലും ഉണ്ടെങ്കിൽ പിന്നെ ആൾക്കാർ എന്ത് ജഡ്ജ് ചെയ്താലും എന്നെ ബാധിക്കുന്നേ ഇല്ലല്ലോ. ഇപ്പൊ ദൈവം ഉണ്ടെന്ന് പറഞ്ഞ മാതിരിയാ അത് സംഭവം, നമ്മളെ ബാധിക്കുന്നില്ല. ചുരുക്കം പറഞ്ഞാൽ ചേച്ചി ഉദ്ദേശിക്കുന്നത് മൈൻഡ് യുവർ ഓൺ ബിസിനസ് എവരിവൺ. ഒരു പരിധി വരെ തന്നെ വലിയൊരു കാര്യമാണ്. പക്ഷെ നമ്മളും ചിലപ്പം വേറെയുള്ള ബിസിനസ് ഒരു രസമല്ലത്. അങ്ങനെയൊക്കെ നമുക്കുണ്ട്. നമുക്ക് ജിജ്ഞാസ എന്ന് പറഞ്ഞ സാധനവും മനുഷ്യ സഹജമാണല്ലോ. എന്തെങ്കിലും ഒറ്റപ്പെടുമ്പോ പോയി നോക്കാന്നുള്ളത് നമ്മളുടെ മനുഷ്യ സഹജമാണ്. അതൊക്കെ നമുക്കൊക്കെ ഇഷ്ടമുണ്ടാവും. അപ്പം ആളുകളുടെ ജിജ്ഞാസയെ ഞാനും യൂസ് ചെയ്യാറുണ്ട്. ചേച്ചി ഒരു അവലോകനം നടത്തും, ഇതിട്ടാൽ അങ്ങനെയൊന്നുമില്ല, ഒരു ഇടലാണ്. പിന്നെ അവലോകനം വേറെ ഉള്ളവരിടന്ന് വരുമ്പോഴാണ് അറിയാം ഇതാണല്ലേ എന്ന്. ചേച്ചിക്ക് കൂടുതലും എനിക്ക് തോന്നുന്നത് ഒരു പരിധി എൻ്റെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ കൂടുതലും പോസിറ്റീവ് ഫീഡ്ബാക്സ് ആണ് ഉണ്ടാകുന്നത് അല്ലേ? അങ്ങനെയൊന്നും എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു പോസിറ്റീവ് ഫീഡ്ബാക്ക് ആണെന്നൊന്നും ഞാൻ പറയില്ല. നമ്മളെ സ്നേഹിക്കണവരെ ഫീഡ്ബാക്ക് നമുക്ക് നേരിട്ട് കിട്ടും. അതിന് ഒരു സോഷ്യൽ മീഡിയ പബ്ലിക് കമന്റ് ആയിരിക്കില്ല, ചിലപ്പം അങ്ങനെ ആയിരിക്കും. പക്ഷെ നമ്മളോട് എപ്പോഴും നേരിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കും നമ്മളെ സ്നേഹിക്കുന്നവര് ഏതെങ്കിലും വിധേന. അതുകൊണ്ട് തന്നെ ആ ഫീഡ്ബാക്ക് മാത്രമേ ഞാൻ കൗണ്ട് ചെയ്യുള്ളൂ. സോഷ്യൽ മീഡിയ ഈസ് സോഷ്യൽ മീഡിയ എന്നുള്ള കൃത്യമായ ബോധ്യം ഉണ്ടായാൽ മതി. ചേച്ചിയുടെ ഒരു അഭിപ്രായത്തില് ഒരുപാട് ആൾക്കാരും സോഷ്യൽ മീഡിയയിൽ ഷെയർ ചെയ്യാത്തത് അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ ഇടാത്തത്, ചില ആൾക്കാർ പറയാറുണ്ട്
കണ്ണ് കിട്ടും, അവർ എന്നെ ജഡ്ജ് ചെയ്യും, ഇങ്ങനെ തോന്നുന്ന ആൾക്കാർ ഒരുപാടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾക്കാരോട് ചേച്ചിക്ക് എന്താണ് പറയാനുള്ളത്? ഓലോട് അതുമായിട്ട് വീട്ടിലിരിക്കാനേ എനിക്ക് പറയാൻ പറ്റുള്ളൂ. നല്ല കാരണം അങ്ങനെ എന്തെങ്കിലും കണ്ണൊക്കെ കിട്ടിയിട്ടാണെങ്കിൽ ഇപ്പം നമ്മളെ ഐശ്വര്യ റായി ഒക്കെ ഫോട്ടോ ഇടാൻ പറ്റുമോ? അല്ലെങ്കിൽ അങ്ങനെ എത്ര ആൾക്കാരുണ്ട് അച്ചീവ്മെന്റ്സ് ഉണ്ടാവണേ? അത് ഓരോരുത്തരുടെ വിശ്വാസമാണ്. എന്നെ സംബന്ധിച്ച് അങ്ങനത്തെ ഒരു സാധനമേ ഇല്ല. ചേച്ചി ഒരു ദിവസം ഫോൺ എടുക്കാതിരുന്നാൽ ചേച്ചിക്ക് അത് ഭയങ്കര മിസ്സിംഗ് ആയിരിക്കും. അല്ലെങ്കിൽ ഒരു സ്റ്റോറി ഷെയർ ചെയ്യാതിരിക്കുമ്പോൾ കൈ ധരിക്കുക, നമ്മൾ പറയില്ലേ മദ്യപിക്കാതിരിക്കുമ്പോൾ കൈ വിറയ്ക്കുന്ന ഒരു സാഹചര്യം, അതുപോലെയാണോ നമ്മൾ ഫോൺ എടുക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം എന്ന് പറയുന്നത്? എനിക്ക് അങ്ങനല്ല. എനിക്ക് ഫോണ് കംപ്ലീറ്റ് ആയിട്ട് മാറ്റി വെക്കാൻ പറ്റണത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമാണ്. പറഞ്ഞമാതിരി ജോലിയും കുട്ടികളും ഒക്കെ ഉള്ള സ്ഥിതിക്ക് ഈ സാധനം വേണം. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മുന്നേ വരെ ഓരോ മണിക്കൂറിലും സ്റ്റോറി ഇടുന്ന ആളാണ് എന്നെ കളിയാകും ഫ്രണ്ട്സ്. അപ്പോൾ എൻ്റെ ഒരു സ്റ്റോറി കണ്ടില്ലേ 1 മണിക്കൂർ സായി ചേച്ചി ചത്തോ എന്നറിയാൻ എന്നെ വിളിച്ചു നോക്കിയ ആൾക്കാർ വരെ ഉണ്ട്. അപ്പോൾ എന്നെ സംബന്ധിച്ച് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നോ എന്ന് വേണമെങ്കിൽ പറയാം. എപ്പോഴും ഇങ്ങനെ ഫോൺ യൂസ് ചെയ്യുന്ന. പക്ഷെ ഇപ്പൊക്ക് അങ്ങനെയൊന്നുമില്ല. ഇതിനോടൊപ്പം തന്നെ എനിക്കൊരു പോയിന്റ് ഐഡിയ ഉണ്ട്. ജിസൺ ഓർമ്മയുണ്ടോ പറഞ്ഞോടാ, നമ്മൾ ഒരുമിച്ച് നിൽക്കുന്ന കാലഘട്ടത്തിൽ ജിസൺ പറഞ്ഞൊരു പോയിന്റ് ഉണ്ട്, ഒരിക്കലും ഫോൺ സൈലന്റിലോ സ്വിച്ച് ഓഫ് ആക്കാൻ പാടില്ല, പ്രത്യേകിച്ച് രാത്രിയിൽ. എക്സാക്ട്ലി. അപ്പൊ നമ്മള് ആർക്കാണല്ലേ ഉപകാരം വരിക? അപ്പൊ തീർച്ചയായിട്ടും, കാരണം പ്രത്യേകിച്ച് നമ്മളൊക്കെ മൈഗ്രേറ്റ് ചെയ്ത ആൾക്കാരാണ്, നാട്ടിൽ നമുക്ക് റൂട്ട്സ് ഉണ്ട്. ഞാൻ എന്റെ ലൈഫിൽ ഫോളോ ചെയ്യുന്ന കാര്യമുണ്ട്. പേരൻസ് ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം ഞാൻ കിടന്നുറങ്ങുമ്പോൾ ഫോൺ സൈലന്റ് മോഡിൽ ഇടില്ല. കാരണം നമുക്ക് എപ്പോഴാണ് ഒരു ആവശ്യം വരുന്നത് പറയാൻ പറ്റില്ല. പക്ഷെ ഓസ്ട്രേലിയ ഇപ്പോൾ ബാക്കിയുള്ള ആൾക്കാരെ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ഓസ്ട്രേലിയയിലുള്ള ആൾക്കാരാണെങ്കിൽ നമ്മളെ ഒരിക്കലും എമർജൻസിക്ക് കോൺടാക്ട് ചെയ്യേണ്ട ഒരു, നമ്മൾ പറഞ്ഞിട്ടൊരു ഡിസിഷൻ എടുക്കേണ്ട ഒരു സാഹചര്യം ഇല്ല. കാരണം ഇവിടെ ഒരു എമർജൻസി ഉണ്ടായാൽ നേരെ നമ്മൾ 000. അപ്പോൾ അവർ, അതായത് മേജറായിട്ടുള്ള കാര്യങ്ങൾ നോക്കാൻ ആൾക്കാരുണ്ട്. പക്ഷെ നാട്ടിൽ നമ്മുടെ സാഹചര്യങ്ങൾ അറിയാമല്ലോ. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് ഇപ്പം നാട്ടിൽ പേരൻസ് അവർ തന്നെ ഉള്ളൂ. അപ്പം നമ്മൾ ഫിസിക്കലി മക്കള് പുറത്താണെങ്കിലും നമ്മളെ ആശ്രയിച്ചാണ് അവർ ജീവിക്കുന്നത്. മിഡ് നൈറ്റിലൊക്കെ നമ്മളെ ഫ്രണ്ട്സ് വിളിച്ച ചരിത്രങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവും. വെറുതെ ഹലോ പറയാ സമയം അറിയാണ്ടേ. അതും ഒരു പ്രശ്നമാണ്. നമ്മൾ രാവിലെ മോർണിംഗിലൊക്കെ നമ്മളൊരു മുകേഷ് മോഡ് ഓൺ ആക്കിയാൽ മതി. അതെ അതെ അതെ, അത് ഓട്ടോമാറ്റിക് ഓണാണ്. പകലുണ്ടോ മുകേഷ് മോഡ്? ഇല്ല. നമ്മുടെ ഈ സെഗ്മെന്റ് ഒക്കെ തീർന്നിരിക്കുകയാണ്. നമ്മൾ വളരെ സീരിയസ് ടോപ്പിക്കുകളിലേക്ക് പോയി. ഇനി നമുക്ക് വളരെ രസകരമായ അല്ലെങ്കിൽ ചേച്ചിയുടെ വളരെ കൗതുകരമായ ഉത്തരങ്ങളിലേക്ക് നമ്മൾ ഊഴ്ന്നിറങ്ങാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ, ദിസ് ഇസ് ദ റൈറ്റ് പോയിന്റ് ഓഫ് ടൈം ടു നോ സായ് സരസ്വതി മോർ. റാപ്പിഡ് ഫയർ. ഓക്കേ ചേച്ചി, ആർ യു റെഡി? ലെറ്റ്സ് ഡു ഇറ്റ്. ആയിക്കോട്ടെ. ഓക്കേ, ഇത് ടക്കട്ടക്കെന്നാട്ടോ ചോദ്യങ്ങൾ വരുന്നത്. ആദ്യത്തെ ചോദ്യം ജിസണിൽ നിന്നായിരിക്കും. ആയിക്കോട്ടെ, പറഞ്ഞു. ചേച്ചിനെ ഇൻഫ്ലുവൻസ് ചെയ്ത 3 ആൾക്കാർ. അമ്മേ, എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഫസ്റ്റ് എൻ്റെ അച്ഛൻ അച്ഛമ്മ. ഓരോരോ ടീമായിട്ട് പറയാണ്. പിന്നെ എൻ്റെ 2 കുട്ടികൾ, രാമനും ലക്ഷ്മണനും. പിന്നെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് എൻ്റെ ഒരു ചെറിയച്ഛനുണ്ട്, അച്ഛൻ്റെ അനിയൻ. ആ ചെറിയച്ഛനും കുറെ പേരുണ്ട്. ഞാൻ പെറുക്കി എടുത്ത് പെട്ടെന്ന് പറഞ്ഞ റാപ്പിഡ് ഫയറിലെ ഉത്തരാണ്. അല്ല, ആ ചോദ്യത്തിന് ഞാൻ ഒരു മറുചോദ്യം കൂടി ചോദിച്ചോട്ടെ. അതായത് ചേച്ചി ഇപ്പൊ പറഞ്ഞ ഇൻഫ്ലുവൻസ് ചെയ്ത ആൾക്കാരുടെ പ്രായം നോക്കുമ്പോൾ ഒരു പക്ഷേ അങ്ങേയറ്റമുള്ള പ്രായവും ഇങ്ങേയറ്റമുള്ള പ്രായമുണ്ട്. അപ്പൊ ഇതിൽ നിന്നൊക്കെ ചേച്ചി എന്താണ് ഉൾക്കൊണ്ടത്? ഐ മീൻ, നമ്മൾ പ്രേക്ഷകർക്ക് ഒരു ചെറിയൊരു ആഗ്രഹം. അച്ഛൻ അച്ഛമ്മ എന്ന് പറഞ്ഞ അൺകണ്ടീഷണൽ ലവ്, ഒരു കൺട്രോൾ ഇല്ലാത്ത ഒഴുകുന്ന സ്നേഹം മാത്രം, വേറൊന്നുമില്ല. ഒന്ന് ആലോചിച്ച് നോക്കുക, അങ്ങനത്തെ ഒരു സംഭവം. ഭയങ്കര ഭാഗ്യമുള്ള ചൈൽഡ്ഹുഡുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ എന്തുണ്ടാവുമ്പോഴും പല സമയങ്ങളും ഞാൻ തന്നെ എൻ്റെ സ്വഭാവം, നമ്മൾ തെറ്റുകൾ പറ്റുമ്പോഴും നമ്മളെ സ്വഭാവം മോശമാകുമ്പോഴും ഒക്കെ ഞാൻ തന്നെ എന്നെ പഴിക്കുക. അച്ഛനും അച്ഛമ്മയൊക്കെ എന്നെപ്പം ഇങ്ങനെ കാണുമ്പോൾ ഇത്ര മോശമാണ്, ഞാൻ കുറേ നന്നാവേണ്ടതുണ്ട് എന്ന് വിചാരിക്കും. അതൊരു ശരിക്കും അങ്ങനെ എല്ലാവർക്കും അങ്ങനത്തെ ഒരു ഭാഗ്യം വേണം എന്നുള്ളത് ആഗ്രഹിക്കുന്ന ആളാണ്. പിന്നെ എൻ്റെ രാമൻ ലക്ഷ്മണൻ. നീ ഇതുപോലെ സംഭവം ജീവിതത്തിൽ എന്ത് സാഹചര്യങ്ങളെയും കോപ്പ് ചെയ്യും, ഒരേപോലെ നിൽക്കുന്ന, ഇങ്ങനെ ഫുൾ ഇങ്ങനെ റബ്ബർ പാൽ കുടിച്ചപ്പോൾ നിൽക്കുന്ന 2 ആൾക്കാർ. അത് എനിക്ക് തന്നെ അത്ഭുതമുള്ള 2 ആളുകളാണ്. എൻ്റെ കുട്ടികൾ 2 പേര്. ബാലിക്ക് പോകാൻ ഒരു അവസരം കിട്ടിയാൽ ചേച്ചി ആരുടെ കൂടെ പോകും? ഞാൻ എൻ്റെ കുട്ടികളെ കൂടെ പോകും. വളരെ രസകരമായ ഒരു ഉത്തരമായിരുന്നല്ലേ, നമ്മൾ എക്സ്പെക്ട് ചെയ്യാത്ത ഒരു ഉത്തരം. ഞങ്ങളോട് വേറെയാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ വേറെ എന്തെങ്കിലും പറയാൻ പറ്റുമോ? തൽക്കാലം ഞാൻ എൻ്റെ ചെക്കന്മാർ വെച്ച് തന്നെ പോകും. ഒരു മാതൃത്വം തുളുമ്പുന്ന ഒരു ഉത്തരവായിരുന്നു. ഇത് പിള്ളേരും ഇത് കേൾക്കണമെന്ന് ഓർത്തോ? അല്ല, ശരിക്കും ഞാൻ അവരെ കൂടെ പോവാ. കാരണം എന്താ വെച്ചാൽ എല്ലാ കാര്യവും ഒരു നോയിക്കോളും. ഞാൻ പോയാ മതി. ഇപ്പൊ ഇങ്ങനെ എല്ലാം നോക്കി പിടിച്ച് ചെയ്യാൻ നമ്മളെക്കാൾ ഉഷാർ മക്കളാ. അമ്മമാര് മതി. ചേച്ചി, ഇനിയാണ് ചേച്ചി പ്രതീക്ഷിക്കാത്ത ഒരു കാര്യം നടക്കാൻ പോകുന്നത്. എന്താണ് ചേച്ചിക്ക് അത് ഗസ് ചെയ്യാനെങ്കിലും പറ്റുമോ? എന്താണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്? പ്രതീക്ഷിക്കാത്ത കാര്യം നടക്കാൻ പോവാ. അതെ, കാര്യം നടക്കാൻ പോവാ. എക്സാക്ട്ലി. ബിരിയാണി അത് ഉറപ്പായിട്ടും നടന്നിരിക്കും. അതിനേക്കാൾ ഉപരി
ചേച്ചി എവിടെ പരിപാടി തീരുമെന്ന് ആഗ്രഹിക്കുന്നു അവിടെയാണ് നമ്മുടെ പരിപാടിയുടെ തുടക്കം. ചേച്ചിയോട് സംസാരിക്കാൻ വേണ്ടി ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ചേച്ചിയുടെ അഭ്യുതകാംക്ഷികൾ ഒത്തിരി പേരുണ്ട്. അതിലെ വളരെ ചുരുക്കം ചിലരുടെ കുറച്ച് വീഡിയോസ് ഞങ്ങൾ ചേച്ചിനെ കാണിക്കാം. ചേച്ചി, ആർ യു റെഡി? ഓക്കെ, ചേച്ചിയുടെ അടുത്ത് ഒരു ചോദ്യം. ആരായിരിക്കാനാണ് സാധ്യത? അതായത് ഞങ്ങൾ ഇപ്പോൾ ഒരു വീഡിയോ കാണിക്കാൻ പോവാണ്. ചേച്ചിയുടെ അടുത്ത് ചോദ്യങ്ങൾ ചോദിക്കുന്ന രണ്ടുപേര്, അത് ആരാകാനായിരിക്കും സാധ്യത? അനീഷ് ചാക്കോ. അത് ഭീകരം. ഇവിടെ അടിയില് ഇതിലും വലിയ അലമ്പിനെ വേറെ അറിയില്ല. ഇതാണ് ചോദ്യം. നല്ല ആളാ. ചോദിക്കി. സായിക്കുട്ടി തമ്പുരാട്ടി, നമസ്കാരം. അതിൽ സർപ്രൈസ് ഒന്നും അല്ലെന്ന് എനിക്കറിയാം. എന്നാലും എനിക്ക് എന്റെ മനസ്സിലോട്ട് വരുന്നത് എന്താണെന്നറിയാം, ജോസഫ് ഈ കാര്യം എന്നോട് പറഞ്ഞപ്പം, അതായത് ഐശ്വര്യ റായിനെ ഇന്റർവ്യൂ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഐശ്വര്യയുടെ ഒരു പോഡ്കാസ്റ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ഷാരൂഖ് ഖാനെ ഒരു ഗസ്റ്റായിട്ട് വന്നാൽ എങ്ങനെയിരിക്കും? ഇപ്പൊ നമ്മൾ തമ്മിലും ഇങ്ങനെ സംസാരിക്കുമ്പം എനിക്ക് അതാ ശരിക്കും പറഞ്ഞ ഓർമ്മ വരുന്നത്. എന്തായാലും ഞാൻ എന്താ പറയുന്നത്, ഒരു ചോദ്യത്തിലേക്ക് കിടക്കാം. വളരെ ഫിക്ഷണൽ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, പക്ഷെ എന്നാലും അതിനെ കുറിച്ചൊന്ന് അറിയാൻ ഒരു ആഗ്രഹമുണ്ട്. സായി നമ്മൾ കലാപരമായിട്ടുള്ള പല കാര്യങ്ങളിലും ഒന്നിച്ചിടപെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ സംഘടനാപരമായിട്ടുള്ള പല കഴിവുകളും ഉണ്ട്. പിന്നെ വ്യക്തിപരമായിട്ട് നോക്കിയാലും ഒരുപാട് എക്സ്പീരിയൻസുകൾ കടന്നുപോയിട്ടുള്ള ഒരാളാണ് സായി. അപ്പം സായിയുടെ ഈ വ്യക്തി എന്ന നിലയിൽ, ഒരു സ്ത്രീ എന്ന നിലയിൽ, സിംഗിൾ മം എന്ന നിലയിൽ, ഒരു സംഘടനാ പ്രവർത്തക എന്ന നിലയിൽ, അല്ലെങ്കിൽ ഒരു ആർട്ടിസ്റ്റ് എന്ന നിലയിൽ, നാളെ അമ്മ എന്ന സംഘടനയുടെ പ്രസിഡന്റ് ആകുകയാണെങ്കിൽ എന്തൊക്കെയായിരിക്കും ചേഞ്ചസ് കൊണ്ടുവരാൻ, അല്ലെങ്കിൽ എന്തായിരിക്കും കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു തീരുമാനം പറയാൻ പറ്റും? ഒരു മാറ്റം എന്തൊക്കെയായിരിക്കും എന്ന് പറയാൻ പറ്റും? വളരെ കിട്ടുന്ന ചോദ്യം. എനിക്ക് അതിലേറെ ഇഷ്ടപ്പെട്ടത് ചേച്ചി ചേട്ടനെ ഗസ് ചെയ്യുകയും ആ ഒരു സെയിം ഫ്രീക്വൻസിയിൽ ചേട്ടൻ ചോദിച്ച ചോദ്യം കേട്ടോ. അതായത് ഐശ്വര്യ റായ് ഇന്റർവ്യൂ ചെയ്യുമ്പോൾ ഷാരൂഖ് ഖാൻ. പിന്നെ പ്രേക്ഷകർക്ക് വേണ്ടി അമ്മ എന്ന് പറയുന്നത് അഡ്ലൈഡ് മലയാളി അസോസിയേഷന്റെ ഒരു ഷോർട്ട് ഫോം ആണ്. അഡ്ലൈഡ് മെട്രോപൊളിറ്റൻ മലയാളി അസോസിയേഷൻ, അഡ്ലൈഡ് മെട്രോപൊളിറ്റൻ മലയാളി അസോസിയേഷൻ, അതിലെ ആർട്ട് സെക്രട്ടറി ആണ് ഇപ്പൊ ഞാൻ. ഇതിൽ കൂടുതലൊന്നും ആവാൻ ആഗ്രഹമില്ല എന്ന് മൂപ്പരോട് ആദ്യം മൂപ്പർക്ക് തന്നെ അറിയണ്ടോ. എന്താ പറയുക, ഇത് നമ്മൾ വോളണ്ടറി ആയിട്ടുള്ള ഒരു ഓർഗനൈസേഷൻ ആണ്. നമ്മളുടെ പേഴ്സണൽ ടൈം എടുത്തിട്ടാണ് ഇതിനൊക്കെ നടക്കുന്നത്. ഭയങ്കര ബഹുമാനമാണ് എനിക്ക്. ഞങ്ങളുടെ ഇപ്പോഴത്തെ കൃഷ്ണദാസേട്ടനാണ് ഞങ്ങളുടെ പിന്നെ പ്രസിഡന്റ്, നമ്മളുടെ അമ്മേൻ്റെ പ്രസിഡന്റ്. ഭയങ്കര ബഹുമാനിക്കേണ്ട ഒരു സ്ഥാനമാണ്. കാരണം ഒന്നും കിട്ടാനല്ല, കൊടുക്കാനാണ് ഈ കമ്മിറ്റികൾ ഓരോരുത്തരും ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഇനി അഥവാ അമ്മേൻ്റെ പ്രസിഡന്റ് ആവാൻ പറ്റിയെന്നുണ്ടെങ്കിൽ ഞാൻ ചിന്തിക്കുന്ന ആകെ ഒരു കാര്യം പറ്റുമെങ്കിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്, ശരിക്കും ഇഫക്റ്റീവായിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഈ പുതുതായിട്ട് മൈഗ്രേറ്റ് ചെയ്ത് വരുന്ന സ്റ്റുഡൻസിനും ഫാമിലീസിനും ഇഫക്റ്റീവായിട്ട് ഹെൽപ്ഫുള്ളായിട്ട് ശരിക്കും വോളണ്ടറി ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടീം ഉണ്ടാവുക. അതിനുള്ള എന്തെങ്കിലും ഒരു മുൻകൈ എടുക്കുക അമ്മ എന്നുള്ള സംഘടനയായിട്ട്. അത് ഞാൻ ആലോചിക്കലുണ്ട്. കാരണം ഞാൻ പ്രസിഡന്റ് ആയി കഴിഞ്ഞാൽ അത് നടപ്പിൽ വരുത്താൻ വേണ്ടിയിട്ടുള്ള പ്രയാസം എത്ര വലുതാണെന്ന് ഈ കഴിഞ്ഞു പോയ പ്രസിഡന്റ്സിനോടും ഇപ്പോൾ ഉള്ള ആളോടും ചോദിച്ചാൽ അറിയാം. എന്നുള്ളതുകൊണ്ട് ഇതുവരെ ചെയ്ത എല്ലാ പ്രവൃത്തികളെയും ബഹുമാനിക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇത് എന്റെ മനസ്സിലുള്ള ഒരു കാര്യമാണ്. ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ പോപ്പപ്പ് ചെയ്യാറുണ്ട്, ഫേസ്ബുക്കിൽ ഫോറംസ് ഉണ്ട്. അപ്പൊ അവിടെയൊക്കെ ആൾക്കാർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്ത് പോകലാണ് ഒരു രീതി. അപ്പം ഈ പ്രസ്ഥാനത്തിന്റെ കൂടെ മാറ്റങ്ങൾ കൊണ്ടുവരാൻ ആഗ്രഹിക്കുമ്പം ഇങ്ങനെ നിലവിൽ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളുടെ അല്ലെ അങ്ങനെയൊക്കെയുള്ള എന്തിന്റെ ഒരു സഹായത്തോടു കൂടെ ഉള്ള ഒരു ഇതാണോ അതെയോ? ഈ അമ്മയാണ് അഡ്ലൈഡിലെ പ്രഥമ മലയാളി അസോസിയേഷൻ ഏറ്റവും ആദ്യം ഉണ്ടായത്. അമ്മ ഒരു മദർ സംഘടന തന്നെയാണ് അമ്മ എന്നുള്ളതുകൊണ്ട് അമ്മയുടെ നേതൃത്വത്തിൽ സജീവമായ സഹായം കൊടുക്കാൻ പറ്റുന്ന ഒരു പാനലൊക്കെ ഉണ്ടാക്കി. ഇതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് പിടിച്ച കാര്യമാണ്. നമ്മുടെ എല്ലാവരും വർക്കിംഗ് ആണ്. കുറേ പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ടായിരിക്കണം അത്രയും സജീവമായിട്ട് പോകാൻ പറ്റാത്തത്. ഇപ്പൊ തന്നെ നമ്മളൊന്നും ഇവിടെ വന്നിരിക്കാൻ വേണ്ടിയിട്ട് എത്ര ബുദ്ധിമുട്ടുണ്ട്. അതുപോലെ ജോസഫിനൊരു ഗ്രൂപ്പ് ഉണ്ടല്ലോ, വാട്സപ്പ് ഗ്രൂപ്പ്. അത് ഭയങ്കര ഹെൽപ്ഫുൾ ആണ്. ഞാൻ എപ്പോഴും ജോസഫിനോട് പറയണേ, ജോസഫിനൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്, വെരി ഹെൽപ്ഫുൾ ഗ്രൂപ്പാണ്. നമുക്ക് എന്തെങ്കിലും വിൽക്കാനുണ്ടെങ്കിലും വാങ്ങാനുണ്ടെങ്കിലും ഇടാം. ജോലി സാധ്യതകൾ വളരെ ഡീസന്റ് ആയിട്ട് പോകുന്ന ഒരു ഗ്രൂപ്പാണ്. ഭയങ്കര നല്ലൊരു വെഞ്ചറാണ്. നീ ഒറ്റയ്ക്കൊരു പ്രസ്ഥാനമാണ്. ചേച്ചി, വളരെ ഗൗരവകരമായ കുറച്ച് സംഭാഷണങ്ങളായിരുന്നു കഴിഞ്ഞ 2-3 മിനിറ്റ്. ഇനി ചേച്ചിനെ സർപ്രൈസ് ചെയ്യാൻ ആര് വരുമെന്നാണ് ചേച്ചി ആഗ്രഹിക്കുന്നത്? രാജേഷ് ജോർജ് അല്ല. രണ്ടാമതൊരു ഓപ്ഷൻ ഒരു ക്ലൂ തരാം. അഡ്ലൈഡിലല്ല.
ശ്രീകുമാറേട്ടൻ. അഡ്ലൈഡിലെ അല്ല, അഡ്ലൈഡുമായി യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തി. കേരള ഉറപ്പൊക്കെ അഡ്ലൈഡ് കഴിഞ്ഞവനെ ചേച്ചി കേരളത്തിലല്ലേ ആണുള്ളൂ. അത് ചേച്ചിക്ക് ഒരു സർപ്രൈസ് ആയിട്ട് തന്നെ നമുക്ക് ആ വീഡിയോ പ്രസന്റ് ചെയ്യാം. ആയിക്കോട്ടെ. അപ്പോ രണ്ടാമത്തെ സർപ്രൈസ് വീഡിയോ എന്ന് പറയുന്നതിന്റെ ആദ്യത്തെ ക്ലൂ അഡ്ലൈഡുമായി യാതൊരു ബന്ധമില്ലാത്തൊരു വ്യക്തിയാണ്, ഓക്കെ, കേരളത്തിലുള്ള ഒരു വ്യക്തിയാണ്. ഇനി മൂന്നാമത്തെ അതികഠിനമായ ഒരു ക്ലൂ ജിസൻ തന്നെ. ഞാൻ എന്തൊക്കെ ചോദ്യങ്ങൾ ചോദിക്കണം ഞങ്ങൾ ആലോചിച്ചപ്പോ തന്നെ ചേച്ചിയെ പറ്റി എന്റെ മനസ്സിലോട് വന്നൊരു ചോദ്യമുണ്ട്. ഞാനൊരു കാര്യം ചോദിക്കാം. എനിക്കറിയാം, സജിത്ത്. കമ്പനി അടിച്ചിരിക്കുന്നു 2-0. സജിത്ത് ആരാന്ന് ചേച്ചിയിൽ നിന്ന് തന്നെ നമുക്കൊരു ഇൻട്രൊഡക്ഷൻ കേൾക്കാം. ഈ സജിത്ത് എന്ന് പറഞ്ഞാൽ കൊല്ലത്ത് ലൈഫ് ഫിറ്റ്നസ് എന്ന് പറഞ്ഞിട്ട് ജിമ്മ് നടത്തുന്ന ആളാണ്. അവൻ ശരിക്കും പറഞ്ഞാൽ എൻ്റെ അനിയത്തീൻ്റെ ട്രെയിനറായിരുന്നു. അപ്പം ഞാനൊരു ഇവിടെ ഇന്റൻസ് ഫിറ്റ്നസ് ആയിരുന്നു ഒരു 1.5 കൊല്ലം ചെയ്തത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എനിക്ക് ഒറ്റയ്ക്ക് ട്രെയിൻ ചെയ്യണം എന്ന് തോന്നാൻ തുടങ്ങി. അവൻ്റെ അടുത്ത് വെറുതെ ഞാൻ നാട്ടിൽ പോയി എനിക്ക് എൻ്റെ അച്ഛനും അമ്മയും വിളിച്ചിട്ട് ഫോൺ എടുത്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല. അവൻ്റെ ഒരു മെസ്സേജ് ഒരു ദിവസം വന്നില്ല, പ്രശ്നമാണ്. കാരണം അവനാണ് എൻ്റെ സെറ്റ് എന്നും അയച്ചു തരുന്നത്. അവൻ കാരണമാണ് ഇത്രയും കൺസിസ്റ്റന്റ് ആയിട്ട് ഞാൻ എൻ്റെ ഒരു ജിം യാത്ര ഉണ്ട് എനിക്ക് സൈഡിൽ കൂടെ. അത് എനിക്ക് തോന്നുന്നത് ഇപ്പം ഒരു പേഴ്സണലൈസ്ഡ് ഒരു ട്രെയിനർ ട്രെയിനറുടെ ഒരു ആവശ്യകത വളരെ വലുതാണ്. അതെ. അപ്പം എനിക്ക് തോന്നുന്നത് അത് ആണോ സായി ചേച്ചിക്ക് ഒരു പക്ഷേ ഈ വർക്കൗട്ടിലേക്ക് വരാനുള്ള കാരണം എനിക്കറിയാവുന്നിടത്തോളം ഈ ജിമ്മിൽ പോകുന്നതും അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നതിനോടും പൂർണ്ണമായും ഒരു എതിർപ്പുള്ള ഒരു കൂട്ടത്തിലായിരുന്നു നമ്മൾ എത്രയോ വർഷങ്ങൾക്ക് മുന്നേ ഈ സംസാരം. അതെ. ഒരുപക്ഷെ ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായ ബാക്കിയുള്ള സാഹചര്യങ്ങൾ, സർക്കംസ്റ്റാൻസസ്, ഈ സർക്കംസ്റ്റാൻസസിലൂടെ പോയപ്പോൾ ചേച്ചിക്ക് ഈ വർക്കൗട്ടിനോടും ഡയറ്റിനോടുള്ള ചിന്താഗതി മാറിയതാണോ, അതോ ഇതിൽ നിന്നൊക്കെ ഒന്ന് എൻഗേജ്ഡ് ആയിട്ട് നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഉപാധിയായി കണ്ടെത്തിയതാണോ, ഇനിയിപ്പോ ഇതൊന്നും അല്ലാതെ മാറുന്ന ട്രെൻഡിനൊപ്പം പിടിക്കാം എന്ന് തോന്നിയതാണോ, എന്താണ് ഇത്? ജിസി ചോദിച്ചാൽ വളരെ കറക്റ്റ് ചോദ്യം. ആരോഗ്യകരമായ ശരീരം ഉണ്ടാവുമ്പോഴാണ് അതിൽ നല്ലൊരു മനസ്സുണ്ടാവുക. ഞാനൊരു ദിവസം രാവിലെ ആകുമ്പോൾ ഗൂഗിൾ ചെയ്തിട്ട് എൻ്റെ വീട്ടിൽ തൊട്ടടുത്തുള്ള ജിമ്മിലേക്ക് ഒരു ടവൽ എടുത്ത് പോയ മനുഷ്യനാണ്. എൻഗേജ്ഡ് ആയി നിൽക്കാൻ എനിക്ക് ഇഷ്ടം പോലെ വഴികളുണ്ട്. അതിന് വേണ്ടിയിട്ട് പോയതല്ല, ഞാൻ വെറുതെ പോയതാ. എന്നെ എല്ലാവരും നിരുത്സാഹപ്പെടുത്തി, എൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും. കാരണം അനക്ക് 2 ദിവസം ഇതൊക്കെ ഉണ്ടാവുള്ളൂ എന്നാ പറഞ്ഞത്. അല്ല, അന്ന് തുടങ്ങിയ ജേണി ഞാൻ ഇന്നും അവസാനിപ്പിച്ചിട്ടില്ല. പക്ഷെ അതിനിടെ ഒരു കാര്യം പറഞ്ഞു, എടാ സൈത്തെ ദുഷ്ട, അവന് ഇന്നും കൂടെ എനിക്ക് സെറ്റ് അയച്ചിരുന്നിട്ടുള്ളൂ, അവൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, ഏതായാലും ട്രെൻഡിന് പോകാൻ പിടിച്ചല്ല. വളരെ വലിയൊരു മാറ്റമാണ് ഞാൻ കാണുന്നത്. കാരണം 4:30ക്കും 5 മണിക്കും വരെ എണീറ്റ് ജിമ്മിൽ പോകുന്നു. അതല്ലെങ്കിൽ ജിമ്മിൽ പോയില്ലെങ്കിൽ ഉറക്കം വരാത്തൊരവസ്ഥ, അല്ലെങ്കിൽ ജിമ്മിൽ പോകുന്ന അതിനെക്കാട്ടിലും മുമ്പേ നമ്മൾ പറഞ്ഞ ടോപ്പിക്കായിട്ട് നമ്മൾ കൂട്ടി വായിക്കുവാണെങ്കിൽ പോകുക മാത്രമല്ല, പോകുന്നത് ഒരു സ്റ്റോറി ആയിട്ട് ഇടുമ്പോൾ ഒരുപാട് ആൾക്കാർക്ക് അതൊരു മോട്ടിവേഷൻ ആണ് അല്ലെ? ഒരുപാട് ആൾക്കാർക്ക് മോട്ടിവേഷൻ ആണ് എന്നുള്ളത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ടാണ് അറിഞ്ഞത്. നേരത്തെ ചോദിച്ച ചോദ്യമില്ലേ കണ്ണുവിടുന്ന കാര്യം, അങ്ങനെ എന്നോട് ചോദിച്ചിട്ടുണ്ട്. എന്നും പോസ്റ്റ് ഇട്ടിട്ട് ഇത് ചേച്ചി ഒരു ദിവസം നിർത്തി കഴിഞ്ഞാൽ നാണക്കേടല്ലേ, അല്ലെങ്കിൽ എനിക്ക് ഗെയിൻസ് ഇല്ലെങ്കിൽ നാണക്കേടല്ല എന്ന് ചോദിച്ചവരുണ്ട്. കൺസിസ്റ്റൻസിയാണ് ഇതിന് വേണ്ടത്. കയ്യും കാലും അനക്കുന്ന കാലം വരെയേ ഉള്ളൂ ഈ ജിമ്മിൽ പോക്ക്. അത് ഭയങ്കര ഒരു പ്രിവിലേജ് ആണ്. അപ്പൊ ഞാനൊരു ഫോട്ടോ എടുത്തിടും. ഈ ഒരു ചേഞ്ച് കൂടെ ചേച്ചി കടന്നു പോയപ്പോൾ ചേച്ചി ഏറ്റവും കൂടുതൽ ചലഞ്ച് ആയിട്ട് അല്ലെങ്കിൽ ചലഞ്ച് ചെയ്തത് മെന്റലി ആയിരുന്നോ ഫിസിക്കലി ആയിരുന്നു? മെന്റലി ഫിറ്റ്നസിനോട് യോജിക്കാനുള്ളതല്ല, നമുക്ക് ഈ കൺസിസ്റ്റന്റ് ആയിട്ട് എവറി ഡേ ജിമ്മിൽ പോകാനുള്ളതാണ് പ്രശ്നം. കാരണം ഒന്നിനൊരു കുറവും വരാൻ പാടില്ല, ജിമ്മിലും പോകണം. നമുക്ക് 24 മണിക്കൂറേ ഉള്ളൂ. അപ്പം കുട്ടികളുടെ അടുത്തുനിന്ന് നമ്മളുടെ ടൈം എടുത്ത് മാറ്റാതിരിക്കാനാണ് രാവിലെ 4:30 എണീറ്റ് പോകണം. അപ്പോൾ അവർ ഉറങ്ങുന്ന സമയമാണ്. അപ്പം നമ്മൾ 5 to 6 അല്ലെങ്കിൽ 5 to 6:30 രാവിലെ പോയി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ സങ്കടമല്ല. ദ ഹോൾ ഡേ ജോലിയും കഴിഞ്ഞാൽ വൈകുന്നേരം നമ്മൾ മക്കളെ കൂടെയാണ്. അപ്പം എവിടെ ഒരു കുറവ് നമ്മൾ കാരണം വരുന്നില്ല, നമ്മളുടെ ജിമ്മ് പോക്ക് നടക്കുന്നുണ്ട്. ഏതെങ്കിലും ഒരു സമയത്ത് ഈ ട്രാൻസാക്ഷനിൽ കൂടെ പോയപ്പം ഞാൻ ഇതിനോടെല്ലാം വേണ്ടാന്ന് പറഞ്ഞ ഒരു പറ്റ ആൾക്കാർ എന്നോട് ഈ ചോദ്യം ചോദിച്ചാൽ എന്ത് മറുപടി പറയും? അത് ചിന്തിച്ചിട്ടുണ്ട്, എന്നോട് ചോദിച്ചിട്ടുണ്ടല്ലോ പലരും. ഒരു ഉദാഹരണമാണ് ഇത്. അതെ, എനിക്കറിയാം. ഞാനത് വേണ്ട അങ്ങനെ സംസാരിച്ചിട്ടുള്ളത് ഞാൻ ജിസിനോടൊക്കെ തന്നെ ഉള്ളൂ കേട്ടോ. കാരണം ഈ ഒരു ഹെൽത്ത് അല്ലെങ്കിൽ ജിമ്മ് എന്ന കോൺസെപ്റ്റും ആ ചിന്തകളും ഒന്നുമില്ല അല്ലേ, അങ്ങനെ ആയിരുന്നു ഞാനൊക്കെ. അപ്പൊ ആ വർത്താനം ടോപ്പിക്കിൽ വരുന്നവരോടല്ലേ ഞാൻ സംസാരിക്കുന്നുള്ളൂ. ഇപ്പോഴും ഫിറ്റ്നസിലോട്ട് അല്ലെങ്കിൽ ഈ പറയുന്ന മുമ്പേ നമ്മൾ പറഞ്ഞ സോക്കോൾഡ് എക്സസൈസിലോട്ട് വരാനായിട്ട് മടിച്ചു നിൽക്കുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും ഒരു ട്രഡീഷണൽ വേ മാത്രം ഫോളോ ചെയ്യുന്ന, കുറച്ച് തടി കൂടി കഴിയുമ്പോൾ ട്രെഡ്മിൽ മാത്രം ചെയ്ത് ചിലപ്പോൾ അതിന് റിസൾട്ട് വരാത്തപ്പോൾ ഗിവ് അപ്പ് ചെയ്യുന്ന ആൾക്കാരോട് എന്താണ് ചേച്ചിക്ക് പറയാനുള്ളത്? എനിക്ക് പറയാനുള്ളത്, എനിക്ക് തന്നെ അറിയാം, ഈ പറഞ്ഞ പോലെ ഒന്ന് തടി കൂടുമ്പം അല്ലെങ്കിൽ ഒന്ന് നാട്ടിൽ പോണതിന് 1 മാസം മുന്നേ 2 മാസം മുന്നേ ജിമ്മിൽ പോണ പലരെയും എനിക്കറിയാം. ഇവിടെ എവിടെയൊക്കെ ഇരിക്കുന്നുണ്ട്. അത് എന്നെ മാത്രം ഉദ്ദേശിച്ചാണ്. സിംഗിൾ ആയിക്കോട്ടെ, സ്റ്റുഡൻസ് ആയിക്കോട്ടെ, അമ്മമാരായിക്കോട്ടെ, അച്ഛന്മാരായിക്കോട്ടെ, നമ്മൾ ഇവിടെ ഓസ്ട്രേലിയയിൽ പ്രത്യേകിച്ച് നമുക്ക് സെർവൻസ് ഇല്ല, നമുക്ക് വീട്ടിൽ ജോലി ചെയ്യാൻ ആരും വരും, നമ്മൾ തന്നെ എല്ലാം ചെയ്യണം. ഇതിൻ്റെ ഇടയിൽ ജിമ്മിൽ വരുന്ന എത്രയോ പേരുണ്ട്. ആഴ്ചയിൽ 2-3 പ്രാവശ്യമൊക്കെ
വന്ന് വെറുതെ പോകുന്നവരാണ് എന്നാണ് ഞാൻ പറയുന്നത്. കാരണം അവർക്ക് ട്രെയിനേഴ്സ് ഇല്ലെങ്കിൽ തടി കുറയുന്നത് ചിലപ്പോൾ ഉണ്ടാവും. കാരണം നല്ലോണം ഭക്ഷണം കഴിക്കാതിരിക്കുകയും കുറെ ഇങ്ങനെ എന്തെങ്കിലും ട്രെഡ്മില്ലാണെങ്കിലും പോയി കഴിഞ്ഞാൽ കുറച്ച് തടി കുറയും. പക്ഷെ അത് ആരോഗ്യം ഉണ്ടാവുന്നില്ല. നമുക്ക് മസിൽ ഗെയിൻ തന്നെ വരണം. അതാണ് ഗെയിനാണ് എഡ്യൂക്കേറ്റഡ് വെയിറ്റ് ഡ്രോപ്പ്, അതാണ് വേണ്ടത്. അപ്പൊ നമുക്ക് 60 കിലോ ഉള്ള ആള് ഇപ്പോഴും 60 കിലോ ചിലപ്പോൾ 61 കിലോ ആയിരിക്കും, പക്ഷെ ബോഡി സെറ്റ് ഇരിക്കും. നമ്മൾ കൊടുക്കുന്നതിന് 100% റിസൾട്ട് തരുന്ന ഒരൊറ്റ സ്ഥലമേ ഉള്ളൂ, അത് ജിമ്മാന്ന് ഞാൻ പറയും. കാരണം നമ്മളിനിപ്പോൾ ഫാമിലിയിലോ പിന്നെ ജോലി സ്ഥലത്തോ നമ്മളുടെ കുടുംബക്കാർക്കോ വേൾഡിനോ വേണ്ടിയിട്ട് നമ്മൾ എന്ത് കൊടുത്താലും അത് റെസിപ്രിക്കേറ്റ് ചെയ്യുന്നെങ്കിൽ അപ്പുറത്തുനിന്ന് ഒരാളൂടി പ്രതികരിക്കണം. ഇതൊന്നും ഇല്ലാത്തൊരു സ്ഥലം ജിമ്മ. ചേച്ചി ഹോണസ്റ്റ്ലി ചേച്ചിക്ക് ഒരു ചീറ്റ് ഡേ ഉണ്ടോ? എനിക്ക് എപ്പോൾ വേണമെങ്കിലും ചീറ്റ് ഡേ ആക്കാം എന്നുള്ളതാണ് ഞാൻ വിചാരിക്കല്. കാരണം ഞാൻ എന്നും ഹെൽത്തി ആയിട്ട് കഴിക്കാൻ ശ്രദ്ധിക്കും. അപ്പം ഏറ്റവും നല്ല ഞാൻ എന്താ ചിന്തിക്കണ അറിയോ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ട് ഇവൾക്കൊന്നും കാണാനില്ലല്ലോ എന്നായിരിക്കും ആൾക്കാർ ചിന്തിക്കുന്നത്. ജെയിംസ് ഒക്കെ ഉണ്ട് തൊട്ടൊക്കെയാണ് പ്രൈസും അങ്ങനെ കിടക്കുന്നത്. അപ്പൊ എന്തായാലും ചീറ്റ് ഡേ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. എനിക്ക് എന്ന് വേണമെങ്കിൽ ചീറ്റ് ഡേ ചെയ്യാം. ഇപ്പൊ എന്നെ ഞാൻ സങ്കടപ്പെടുത്തൂല, അതാണ് എന്റെ ഏറ്റവും വലിയൊരു. കുറെ കാലഘട്ടം കൊണ്ട് തന്നെ സ്വന്തമായി ട്രെയിൻ ചെയ്തെടുത്തതാണ്. അങ്ങനെ വന്നതാ. ജിസിന് അറിയുണ്ടാവുമല്ലോ, 2-3 സ്പൂണ് പഞ്ചസാര ഇട്ട് കാപ്പി പിടിച്ചിരുന്ന ആളാണ് ഞാൻ. ഈ സോഷ്യൽ മീഡിയയിലും അല്ലെങ്കിൽ ഇപ്പൊ ഇൻസ്റ്റാഗ്രാമിലൊക്കെ ആണെങ്കിലും ഈ ഫിറ്റ്നസിന്റെ ഒരുപാട് മന്ത്രാസ് അല്ലെ, എന്തുമാത്രം ഇൻഫർമേഷൻസ് ആണ്. അപ്പം മുമ്പേ സജിത്തിന്റെ കാര്യം പറഞ്ഞതുപോലെ ഒരു എക്സ്പീരിയൻസ് ആണ്. ഞാൻ ഒരു പ്രാവശ്യം ജിമ്മിൽ പോയപ്പം എനിക്കിങ്ങനെ അസസ്മെന്റിന്റെ ദിവസമാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ വീഡിയോ കോൾ വിളിച്ചിട്ട് ഓരോന്ന് കാണിച്ചിട്ട് അപ്പം എന്നോടൊരു പർട്ടിക്കുലർ ഐറ്റം ചെയ്യാൻ പറഞ്ഞ ആ മെഷീനോട് ഇല്ല. അല്ല അവിടെ ഉണ്ട് മൂലക്കുണ്ട്, ഈ ജിമ്മിലുണ്ടത്. അപ്പൊ ഞാൻ ഞെട്ടിപ്പോയി. ഞാനിവിടെ വർഷങ്ങളായിട്ട് പോകുന്ന ജിമ്മില് ഉള്ള സാധനം എന്നോട് പറഞ്ഞൊരു ഇത് ആ മൂലക്കുണ്ടെന്ന്. അപ്പം ഒരുപാട് ആൾക്കാർക്ക് അഡ്ലൈനിലെ പല ജിമ്മുകളും ഇപ്പൊ അറിയാം. ഒരുവിധം ജിമ്മുകളുടെ മുഴുവൻ പ്രൈവറ്റ് വീഡിയോസ് നമ്മൾ എത്രയേറെ സജിത്തിനെ കുറിച്ച് പറഞ്ഞു. സജിത്തിന്റെ ഒരു ചോദ്യത്തിലേക്ക് നമുക്ക് കിടക്കാം. എടാ നീ എന്നോട് പറഞ്ഞില്ലല്ലോടാ അന്നും കൂടി മെസ്സേജ് ഇവനെന്തേക്കും എന്നോട് ചോദിക്കാം. സൈജിയോട് ക്വസ്റ്റ്യൻ ചോദിക്കാനാണ് ഞാൻ വന്നത്. അതിനു മുന്നേ ജോയ് ടോക്സിന് ഞാൻ ഒരു താങ്ക്സ് പറയട്ടെ, എനിക്ക് ഇങ്ങനൊരു ഓപ്പർച്യൂണിറ്റി തന്നതിന്. ഞാൻ സൈജ് വർക്ക്ഔട്ട് ചെയ്യിക്കാൻ തുടങ്ങിയിട്ട് 2 to 3 years ആയിട്ടുണ്ട് എന്നുള്ള വിശ്വാസം. 2 to 3 years ആയിട്ടുണ്ട്. ഞാൻ ഇന്ത്യയിൽ നിന്നാണ് പുള്ളിക്കാരെ ട്രെയിൻ ചെയ്യുന്നത്, ഓൺലൈൻ ത്രൂ ആണ് ട്രെയിൻ ചെയ്യുന്നത്. ഞങ്ങൾ തമ്മിൽ നിയർലി ഒരു 4 to 5 hours ഒക്കെ ഡിഫറൻസസ് ടൈം സോണിൽ വരാറുണ്ട്. എന്നാൽ പോലും ഞങ്ങൾ ട്രെയിനിങ്ങിന് അങ്ങനെ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടുകളൊന്നും വന്നിട്ടില്ല. ഇപ്പോൾ ഒരു 30s സായിച്ച് വർക്കൗട്ട്സിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കമ്മിറ്റ് ചെയ്തിട്ടുള്ളത്, കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് ചെയ്ത് തുടങ്ങിയിട്ടുള്ളത്. അപ്പം ആക്ച്വലി 30s എന്ന് പറഞ്ഞാൽ ഒരു 30 years കഴിഞ്ഞാൽ നമ്മൾ ഫിറ്റ്നസ് ട്രെയിനേഴ്സ് ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഗെയിൻസ് എല്ലാം കുറച്ച് പതിയെ സ്റ്റോപ്പ് ചെയ്ത് നമ്മൾ കുറച്ച് എന്താ പറയാ ഏജിങ് പ്രോസസ്സിലേക്ക് കടക്കുന്ന ഒരു സമയമാണ്. നമ്മൾ വയസ്സായി പോകുന്നല്ല പറഞ്ഞത്, നമ്മൾ കുറച്ച് ഏജിങ് പ്രോസസ്സിലേക്ക് കടക്കുന്ന സമയമാണ് 30s കഴിഞ്ഞാൽ. അപ്പോൾ ചേച്ചിക്ക് എന്താണ് ഒരു 30 years മുന്നേ ഉണ്ടായിരുന്ന ചേച്ചിക്ക് ഒരു 30 years ശേഷമുള്ള ചേച്ചി വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം എന്തൊക്കെ അഡ്വാൻറ്റേജസ് ആണ് ചേച്ചിക്ക് ഉണ്ടായിട്ടുള്ളത്? ഇത് നമ്മൾ നേരത്തെ സംസാരിച്ചിട്ടുള്ളതാണ്. ഞാനിപ്പോൾ ഇതിവിടെ പറയാൻ കാര്യം, ചേച്ചിയുടെ ആൻസർ ചിലർക്ക് ഇപ്പോൾ എനിക്ക് വർക്കൗട്ട് ചെയ്യാൻ സമയമില്ല, ഞാൻ ഭയങ്കര വർക്ക് സ്കെഡ്യൂളിൽ ടൈറ്റാണ്, വീട്ടിലെ ജോലികൾ ഒരുപാടുണ്ട് എന്നൊക്കെ പറയുന്ന ആൾക്കാർക്ക്, കുറച്ച് പേർക്ക് അതൊരു മോട്ടിവേഷനോ ഇൻസ്പിറേഷനോ ആവുമെങ്കിൽ അത് വളരെ നല്ലതാണ്. അത് പറയാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള ഒരാൾ സായിച്ചിയാണ്. അതുകൊണ്ടാണ് ഞാൻ സായിച്ചിയോട് ചോദ്യം ചോദിക്കുന്നത്. താങ്ക് യു. സായിച്ചിക്ക് ഇനിയും ഇതേപോലെ തന്നെ ഇതിനെക്കാളും നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. ബൈ. അത് സൈത്ത് ചോദിച്ചത് എനിക്ക് ഭയങ്കര സന്തോഷമായി. അവൻ ചോദിച്ചത് 30s മുന്നേയും 30s ശേഷവും. 30s എന്നുള്ളതിനേക്കാളും ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേയും ശേഷവും ഉള്ള ഡിഫറൻസ് ശരിക്കും എനിക്ക് തോന്നിയിട്ടുള്ളത്, സത്യസന്ധമായി പറയുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് രണ്ടായി തിരിക്കാം. വർക്കൗട്ട് ചെയ്യുന്നതിന് മുന്നേ ഉള്ള കാലഘട്ടം, ബിഫോർ ക്രൈസ്റ്റ് ആഫ്റ്റർ ക്രൈസ്റ്റ് പോലെ, ബിഫോർ ജിം ആഫ്റ്റർ ജിം അതും പറയാം, അല്ലെങ്കിൽ ബിഫോർ ഡിവോഴ്സ് ആഫ്റ്റർ ഡിവോഴ്സ് അതും പറയാം. ബിഫോർ ഈ സമയം എനിക്ക് എന്നെ ഇഷ്ടമല്ലായിരുന്നു. ഞാൻ സത്യം പറഞ്ഞ എനിക്ക് എന്നോട് വലിയൊരു ഞാൻ എന്നെ ഇഷ്ടപ്പെടാൻ പറ്റാത്ത ഒരാളാണ് ഞാൻ എന്നാണ് എന്നെപ്പറ്റി എനിക്കുണ്ടായിരുന്ന കാഴ്ചപ്പാട് ആ സമയത്ത്. അപ്പോൾ എനിക്ക് എന്നെ ഇഷ്ടമല്ലാത്തതുകൊണ്ട് ഐ ഡിഡ്ന്റ് കെയർ അബൌട്ട് മൈസെൽഫ് മോർ, പുട്ട് ഇറ്റ് ഇൻ ടു പ്രാക്ടീസ് എന്ന് പറയില്ലേ, അത് ചെയ്തത് ആദ്യമായിട്ട് ജിമ്മിൽ പോയപ്പോഴാണ്. അപ്പം അത് കൃത്യമായിട്ട് അതിൽ ആത്മാർത്ഥ, ജിമ്മിൽ പോകണമെങ്കിലും അവനവനെ ചതിക്കാതിരിക്കുക എന്നുള്ളതാണ് എനിക്ക് എല്ലാവരോടുള്ള അഭ്യർത്ഥന. പിന്നെ സൈത്ത് ചോദിച്ച വേറൊരു ചോദ്യം, ജിമ്മിൽ പോകാൻ സമയം കിട്ടുന്നില്ല, വീട്ടിലെ കാര്യങ്ങളും കുട്ടികളും അല്ലേ, അയൽവക്കക്കാരൻ്റെ ആവശ്യമല്ല, ഇത് എൻ്റെ ആവശ്യമായതുകൊണ്ട് ഞാനത് ചെയ്യും. എൻ്റെ കുട്ടികളും കാണേണ്ടത് അതാണ്. അമ്മ
ഐഡിയലായിട്ടിരിക്കുന്ന അല്ല അവന്മാർ കാണേണ്ടത് എന്നുള്ളത് എൻ്റെ ഇഷ്ടമാണ്. കാരണം അവന്മാർ ആക്റ്റീവായിട്ട് വളരുക എന്നുള്ളതിനേക്കാളും വലുത് എനിക്കൊന്നുമില്ല. ഇനി അവരത് കണ്ട് പഠിച്ചില്ലെങ്കിലും ഞാൻ നന്നാവുമല്ലോ അല്ലേ? അതാണ് അതിന്റെ കാര്യം. അപ്പൊ അതാണ് ഒരു കാര്യം. പിന്നെ സമയം, അത് നമുക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന സാധനമാണ്. അതിന് ഒരുപാട് വഴികളുണ്ട്. അലാം സെറ്റ് ചെയ്യാം, അലാം ഓഫാക്കാതെ എഴുന്നേൽക്കാം, എന്നിട്ട് നേരെ പിന്നെ പോയിട്ട് അടുക്കളയിൽ പോയിട്ട് നല്ലൊരു കട്ടൻ കാപ്പി മധുരിടാതെ കുടിക്കുക, നേരെ ജിമ്മിലേക്ക് ഉടുപ്പുകളും വലിച്ചു കയറ്റി ഒരൊറ്റ പോക്ക് പോവുക, മ്യൂസിക് വയ്ക്കുക, ചെയ്യുക, തിരിച്ചു വരിക. ഒരു മീ ടൈം ആയിട്ട് കാണാം. അത് ശരിക്കും മീ ടൈം ആണ്. ഏറ്റവും തിരക്കുള്ള സമയത്ത് നമ്മൾ ആദ്യം ഒഴിവാക്കുക ജിമ്മാണ്. കാരണം നമ്മളെ കാര്യം നമ്മൾ ഏറ്റവും അവസാനത്തേക്ക് എപ്പോഴും വെക്കുക. അതുകൊണ്ട് തന്നെ ഞാനത് ഇൻഡയറക്ട്ലി സ്പീക്കിംഗ് നമ്മുടെ ആരോഗ്യത്തെയാണ് നമ്മളവിടെ ഒഴിവാക്കുന്നത്. നമ്മളെ ആരോഗ്യം നമ്മൾ തന്നെ സംരക്ഷിക്കണം. അതുകൊണ്ട് തന്നെ സമയമില്ലാത്തതല്ല, വേണ്ടാന്ന് വയ്ക്കുന്നതാണ് പ്രയോറിറ്റീസ്. എനിക്ക് തോന്നി ഈ അപ്പ കിട്ടുക എന്ന് പറയുന്ന ഒരു റിസൾട്ട് ഇല്ലാത്തത് കൊണ്ടാവാം. കാരണം ഇപ്പൊ നമ്മള് ഇന്ന് സിക്ക് വിളിച്ചാൽ ഈ ഫോർട്ട്നൈറ്റിൽ അതിന്റെ സാലറി വരില്ല എന്ന് നമുക്ക് നല്ല ബോധ്യമുണ്ട്. റിഫ്ലക്ഷൻ ആക്ഷൻ ആയതുകൊണ്ട് നമ്മള് അത് ചെയ്യത്തില്ല. പക്ഷെ ഇന്ന് ഞാൻ ജിമ്മിൽ പോയില്ലെങ്കിൽ അതിന്റെ നാളെയോ മറ്റന്നാളോ അതിന്റെ റിസൾട്ട് ഉണ്ടാവില്ല. അതല്ലെങ്കിൽ ജിമ്മിൽ പോവാത്ത ഒരാൾക്ക് ഇതൊക്കെ ഇന്നാളെ ഞാനൊരു വീഡിയോക്കകത്ത് കണ്ട പോലെ 50കളിൽ ഡയബറ്റീസ് വന്ന അപ്പാപ്പൻ 46-ാം വയസ്സിലും 47-ാം വയസ്സിലും ലഡു മധുരം കഴിച്ചത് കൊണ്ട് ജിമ്മിൽ പോകാണ്ടിരുന്നുണ്ടല്ല. അയാളുടെ 20-ാം വയസ്സ് മുതലുള്ള അയാളുടെ ഒരു ലൈഫ് സ്റ്റൈലിൽ നിന്നാണ് 50-ാം വയസ്സിൽ എന്താണോ എത്തിപ്പെട്ടത്. അതേപോലെ തന്നെ നമ്മൾ ഇന്ന് എന്താണോ ചെയ്യുന്നത് അതിന്റെ റിസൾട്ട് ഉണ്ടാകുന്നത് പിൽക്കാലത്തായിരിക്കും. ആപത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ സമ്പത്ത് കാലത്ത് കാപത്ത് തിന്നാം. ഞാൻ ഒരാളെ പറയാൻ മറന്നുപോയി. അത് നേരെ തിരിച്ചാട്ടോ. സമ്പത്ത് കാലത്ത് കാപത്ത് വെച്ചാൽ ആപത്ത് കട്ടിയിട്ട് വരുമോ? അതായത് എന്റെ ചെറിയച്ഛനെ പറ്റി പറഞ്ഞില്ലേ, 3 ഇൻഫ്ലുവൻസേഴ്സ് ആണ് എന്റെ ലൈഫിലുള്ള. എന്റെ കുട്ടികൾ, എന്റെ അച്ഛമ്മ, പിന്നെ എന്റെ വീച്ചറിച്ചൻ. അച്ഛന്റെ 2ാമത്തെ അനിയനാ. വീച്ചറിച്ചൻ പണ്ടത്തെ കാലത്തെ മിസ്റ്റർ നേവിയാണ്. നാച്ചുറൽ ബോഡി ബിൽഡർ ആണ് വീച്ചറിച്ചൻ. ഒരു പ്രോട്ടീൻ പൗഡർ ഒന്നുമില്ല, ഫുള്ള് കോഴിമുട്ട, ചിക്കൻ, പച്ചക്കറി സാധനങ്ങളായിട്ടുള്ള വീച്ചറിച്ചൻ ആണ് എനിക്കുള്ള വേറൊരു എന്താ പറയാ മെയിൻ്റനൻസിന്റെ അങ്ങേ തല ഉദാഹരണമാണ്. ഇപ്പൊ വീച്ചർച്ചനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളെ ബോഡിനേക്കാൾ സെറ്റാണ് ഇപ്പോഴും. വീച്ചർച്ചൻ ഒരു അപ്പൂപ്പനായി. ഞങ്ങളുടെ ബോഡി അത് ശരി, നിങ്ങളെ ബോഡി സെറ്റാണോ അറിയില്ല. വീച്ചർച്ചന്റെ ബോഡി സെറ്റാ. കാരണം വീച്ചർച്ചനെ ഞാൻ എപ്പോഴും ഷട്ടറാ നടക്കണ കാണുന്നില്ലേ. ഉപ്പര് വെറുതെ ആക്കിയാൽ തന്നെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളാണ് ചെറിയച്ചൻ. ചെറിയച്ചനും എൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമുള്ള ആളാണ്. ചെറിയച്ചൻ കുറച്ച് ഇൻട്രോവേർട്ട്. അപ്പം ജിമ്മിൽ പോയിട്ട് ചെയ്യാതിരിക്കുക, വീട്ടിൽ കല്ലും പിന്നെ ബക്കറ്റും വരെ എടുത്തിട്ട്. കാരണം എന്നോട് പറയും, സരസ്വതിയെ മസിലിന് അറിയില്ലല്ലോ ഇത് ബക്കറ്റിൽ വെള്ളമാണോ കല്ലാണോ ഡമ്പലാണോ എന്ന്, നമ്മൾ സാധാരണ ഇവിടെ ഫീഡ് ചെയ്ത് കൊടുത്താൽ പോരെ എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് സമയമില്ല എന്നുള്ളത് ഒരു റീസൺ അല്ല. നമുക്ക് പിന്നെ ഈ കോൺഫിഡൻസ് നമ്മൾ ഏത് മനുഷ്യനുള്ള കാര്യമാണ്. അതിന് സോഷ്യൽ മീഡിയയിൽ ഫോട്ടോ ഇടാനോ ഒന്നും അല്ലെങ്കിലും നമ്മൾ ഫിറ്റായിരിക്കുക എന്ന് പറയുന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ കോൺഫിഡൻസ്. ജീവിക്കാനുള്ള പൈസ ഉണ്ടാവുക, ഫിറ്റായിരിക്കും. ഇതിലും വലിയൊരു ഭാഗ്യം ലോകത്ത് വേറെ ഒന്നും ഉണ്ടാവില്ല എനിക്ക് പറയാനുള്ളത്. ഒരു വളരെ നല്ല മോട്ടിവേഷണൽ സ്റ്റോറി ആയിരുന്നു. 100%. ജിമ്മിനെ കുറിച്ച് ഇത്ര വാദം വരാതെ നമ്മളെ ഇൻസ്പയർ ചെയ്ത ചേച്ചിയുടെ അടുത്ത് ഞാൻ ഒരു 10 പുഷപ്പ് എടുക്കാൻ പറഞ്ഞാൽ ചേച്ചി വേണ്ട ഭജന പഠിച്ചോളൂ. അതുകൊണ്ട് നമ്മള് അതിന് മോതിരാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതെ. അപ്പോൾ വളരെ സന്തോഷം ചേച്ചി, ഇത്രയും നേരം ഞങ്ങളോട് സംസാരിച്ചതിലും ഒരുപാട് ആൾക്കാർക്ക് ഇൻസ്പയറിംഗ് ആയിട്ടുള്ള കുറെ കാര്യങ്ങളും തോട്ട് പ്രൊവോക്കിംഗ് ആയിട്ടുള്ള ചേച്ചിയുടെ ഒരു ആശയങ്ങൾ പങ്കുവച്ചതിലും എനിക്ക് തോന്നുന്നത് അതൊരു ഒരുപാട് ആൾക്കാർക്ക് ഒരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു സെഷനും കൂടെ ആയിരുന്നു തോന്നുന്നു. താങ്ക് യു വെരി മച്ച്.